كفايتنا حميم عين سين قاف حمايتنا فسيكفيكهم الله وهو السميع العليم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. വേദിയിൽ ഉപവിഷ്ടരായ സർവാദരണീയനും സമാദരണീയനുമായ അഭിവന്യരായ ഉസ്താദ് ചാലിയത്തെ തൻ്റെ ദീനീ പ്രവർത്തനത്തിൽ ഒരു തലമുറയുടെ വിചാര തലക്കെട്ടുകളുടെ നന്മയുടെ ഭാഗത്തേക്കായി തിരിച്ച അഭിവന്യ ഉസ്താദ് ഈ വേദിയുടെ അധ്യക്ഷൻ പി ഹസൈനാർ ഫൈസി അവറുകളെ, ഫറൂഖ് റേഞ്ച് ജമാഅത്തുൽ മുഅല്ലിമീന്റെ സമാദരണീയനായ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് ദാരിമി, പ്രാർത്ഥന കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച ഉസ്താദ്, പ്രഭാഷക രംഗത്തെ ശ്രദ്ധേയമായ സാന്നിധ്യവും നമ്മുടെ അയൽ പ്രദേശത്തുകാരനുമായ ഉസ്താദ് അലി ഫൈലി പാവണ്ണ, വേദിയിൽ ഉപവിഷ്ടരായ മറ്റു പണ്ഡിത മഹത്തുക്കളെ, നേതാക്കളെ, സദീഖ് പള്ളി മഹലിന്റെ മുൻകാല നേതാക്കളായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം കുട്ടി സാഹിബ്, അതോടൊപ്പം ഉസ്മാൻ ഹാജി, നിലവിലെ മഹല്ല് പ്രസിഡന്റ് ആദരണീയനായ ബീരാങ്കോയ ഹാജി,
കള്ളാടത്ത് മജീദ് സാഹിബ്, അതുപോലെ തന്നെ വേദിയിൽ ഉപവിഷ്ടരായ മഹലിന്റെ ആ സ്ത്രീകൾ വരുന്ന വഴിയിൽ നിൽക്കുന്ന സഹോദരന്മാർ ഒന്ന് ഈ പരിപാടിയോട് സഹകരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒന്ന് മാറിക്കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആ വഴി സ്ത്രീകൾക്ക് സഞ്ചാരയോഗ്യമാക്കിയിട്ടാണ് ഇന്ന് താൽക്കാലികമായി സംഘാടകർ സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതുമായിട്ടൊന്ന് വിനീതമായി സഹകരിക്കണം. ആ വഴിയിൽ നിൽക്കുന്നവരൊക്കെ ഇവിടെ ഒരുക്കപ്പെട്ട വേദിയിലേക്ക്, സദസ്സിലേക്ക് ഒന്ന് കയറിയിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ വേദിയിൽ ഉപവിഷ്ടരായ ഈ സംഘാടക സമിതിക്ക് വേണ്ടി രക്ഷാധികാരിയായി ആസൂത്രണ തികവും മികവും സമ്മേളിച്ച് പ്രൗഢഗംഭീരമായ ചതുർദിന പ്രഭാഷണത്തിന് ചുക്കാൻ പിടിച്ച 10 വർഷത്തോളമായി ഈ സ്തുത്യർഹമായ സേവനത്തിലൂടെ ഈ പ്രദേശത്തിലേക്ക് ആവാഹിച്ച ഒട്ടനേകം ശിഷ്യന്മാരെ വാർത്തെടുത്ത സിറാജ് ഫൈലി, അഭിവന്യ സുഹൃത്ത് റാസിഖ് യമാനി, ലത്തീഫ് ഫൈലി, ഉമ്മമാരെ, സഹോദരിമാരെ, അങ്ങകലെ പ്രസ്ഥാന ബന്ധുക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഇരുത്തം അവൻ പൊരുത്തപ്പെട്ട രൂപത്തിൽ പെടുത്തി തരുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് സർവാദരണീയനായി പ്രഭാഷക കൈരളിയിൽ ഒരു വെള്ളി നക്ഷത്രമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന പ്രബോധനത്തിന്റെ മേഖലയിൽ വയലെല്ലാം പൂട്ടിപ്പോയി, ഇനി വയലിന്റെ കാലമല്ല, ഇനി വയല് കേൾക്കാൻ ആളെ കിട്ടുന്ന ലോകമല്ല മുസ്ലിയാരെ എന്ന് നോക്കി പരിഹസിച്ചവർക്ക് കാലത്ത് പകരം വെക്കാനില്ലാത്ത മറുപടി കൊടുത്ത ഉസ്താദ് നൗഷാദ് ബാക്കവി സീഡികളും വീഡിയോകളും യൂട്യൂബുകളും ഒക്കെ പെരുകിക്കഴിഞ്ഞപ്പോ ന്യൂ ജനറേഷന്റെ തലക്കെട്ടുകളിൽ വയലിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞവർക്ക് മുമ്പിൽ ഇസ്ലാമിക ദഅവത്തിന്റെ മുടിചൂടാം മന്നനായി മാറിയ ഉസ്താദ് നൗഷാദ് ബാക്കവി ഏകദേശം നമ്മുടെ തൊട്ടപ്പുറത്തെ കടലുണ്ടിപ്പുഴയോരത്ത് അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തെ ഇങ്ങോട്ട് സ്വീകരിച്ച് അനയിക്കാൻ വേണ്ടി ഇവിടുത്തെ പ്രവർത്തകരും മഹല്ല ഭാരവാഹികളും അങ്ങോട്ട് പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ വേദിയിലെത്തും. നമ്മുടെ പരിസരത്തെത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേദി കൈമാറുന്ന ഔപചാരിക ചടങ്ങിന്റെ മുമ്പ് നേരത്തെ ഇന്നലെയും മിനിയാന്നുമൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ കെട്ടിയുണ്ടാക്കിയ സ്റ്റേജും ഈ അതൃപ്പ അലങ്കാര വിളക്കുമൊക്കെ കേവലം ഒരാർഭാടമോ ഒരാഘോഷത്തിന്റെയോ ലക്ഷണമായി ആരും വ്യാഖ്യാനിക്കരുത്. വളരെയേറെ ദീർഘവീക്ഷണത്തോടുകൂടി വലിയ വലിയ ആലിമീങ്ങൾ നേതൃത്വം കൊടുത്തു പോകുന്ന ചാലിയത്ത് ദീനീ ദഅവത്തിന് മുൻകാല നേതാക്കളും മുൻകാല പണ്ഡിതരുമൊക്കെ പാദം പതിഞ്ഞ ചാലിയത്തിന്റെ മണ്ണിൽ ഇസ്ലാമിന്റെ മധുരാക്ഷരങ്ങൾ പകർന്നെടുക്കുന്ന നമ്മുടെ ബ്രാഞ്ച് മദ്രസ, ആ ബ്രാഞ്ച് മദ്രസ വളരെ ശോചനീയമായ നിലയിൽ കാലഘട്ടങ്ങളായി
അതിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് പറയുക എന്നതല്ലാതെ അതിനൊരു സൊല്യൂഷൻ വെക്കാൻ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കാത്ത നമ്മുടെ പ്രദേശം വളരെ പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ട് തന്നെ ഏത് സമയത്തും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറാവുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ മദ്രസ മാറിയ ഒരു സാഹചര്യത്തിലാണ് ഇനി എന്തുണ്ട് മദ്രസയുടെ പ്രവർത്തനത്തിന്, അത് മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് ചിന്തിച്ചപ്പോഴാണ് അത് പൊതുജനങ്ങളെ അറിയിക്കുക എന്ന ബാധ്യതയെങ്കിലും ഇങ്ങനെ ഒരു പരിപാടിയിലൂടെ കമ്മിറ്റി ചെയ്തത് എന്ന് ഞാൻ ആമുഖമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനിടയ്ക്ക് വളരെയേറെ ഗൗരവമുള്ള ചില പരാമർശങ്ങളും പ്രയോഗങ്ങളും ചെവിയിലൂടെ കേൾക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് പ്രസംഗത്തിന്റെ മധ്യേ അതിനെയൊക്കെ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ട ചില ആളുകൾക്ക് സർവാഭരണീയനായ നൗഷാദ് ബാഖവിയുടെ ഇസ്സത്ത് തകർക്കുന്ന വിധം പോലും പ്രയോഗങ്ങൾ നടത്തിയവർക്ക് മറുപടി എന്നല്ല ഒരു തിരുത്താനുള്ള അവസരമെങ്കിലും തരണമെന്ന് ഈ വിനീതനായ എനിക്ക് ഈ പ്രദേശത്തുകാരനെന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് കാണിക്കേണ്ട ചില നീതിയുടെ ഭാഗമായി പറയേണ്ടതുണ്ട്. ഈ പരിപാടി എന്തിനു സംഘടിപ്പിച്ചത്? ചാലിയം സിദ്ദീഖ് പള്ളി മഹല്ലിൽ ജീവിക്കുന്ന സാധാരണക്കാർ കുടുംബം പോറ്റുന്നത് അലകടലിനോട് പൊരുതിയിട്ടാണ്. അത് ഞാൻ പ്രസംഗിക്കേണ്ട ഒരാവശ്യമില്ലല്ലോ. അലതല്ലി ചിതറുന്ന കടലലമാലകളിൽ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് ഇവിടുത്തെ ഓരോ സാധാരണക്കാരും ജീവിക്കുന്നത്. എന്തിനാ നൗഷാദ് ബാഖവിയുടെ ഒരു ഡേറ്റ് വെള്ളിയാഴ്ച രാവിലെ തന്നെ നമ്മൾ വാങ്ങിക്കൂട്ടിയത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ പരിപാടി വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയായി ഈ പരിപാടി വെച്ചത്. സാധാരണ സ്കൂൾ അവധിയുള്ള ഞായറാഴ്ചകളിൽ, സാധാരണ ശനിയാഴ്ചകളിലാണ് പലരും ഡേറ്റ് വാങ്ങാറുള്ളത്. അതെന്തിനു വേണ്ടി? സംഘാടകരുടെ ഒഴിവ്, അവരുടെ സ്കൂളിന്റെ അലതല്ലുന്ന കടലോരത്ത് പാവപ്പെട്ട ഒരു ജനതയാണ് കഴിഞ്ഞുകൂടുന്നത്. ആ ജനതയ്ക്ക് സാമ്പത്തികമായ സ്രോതസ് നൽകാൻ അവിടെ കടലാണുള്ളത്. കടല് കനിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ വീട് പോലും പട്ടിണിയിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉസ്താദേ, ഒരു മദ്രസയുടെ പുനരുദ്ധാരണം നിങ്ങൾ ചെന്ന നാട്ടിലൊക്കെ നിങ്ങളുടെ ദഅവത്തിന്റെ ഭാഗമായി നിങ്ങൾ ചെയ്യുന്നതിന്റെ സൽക്കർമ്മമായി അനുഭവിച്ചു പോരുന്ന ഒരു വല്ലാത്ത ഒരു അനുഭൂതി, ആ അനുഭൂതിയുടെ ഒരു ഭാഗം ഈ നാടിനും കിട്ടണമെന്ന് കൊതിച്ചിട്ടാണ് ആദരണീയനായ നൗഷാദ് ബാഖവിയെ ഈ ചാലിയത്തെ കടലോര ജനതയ്ക്ക് ഒഴിവുള്ള വെള്ളിയാഴ്ച രാവിലെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ 3 മാസങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ വളരെ 2 മാസങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സമാദരണീയനായ നമ്മുടെ ചാലിയത്തിന്റെ കാലി അഭിവന്യനായ സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലൈലി തങ്ങൾ അദ്ദേഹത്തിന്റെ കാലി ആരോഹണ ചടങ്ങ് നടക്കുന്നതിന്റെ പന്തലൊരുക്കുമ്പോഴാണ് ഈ നാട്ടിലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു ചോദിച്ചത്, നൗഷാദ് ബാഖവിയുടെ മകൻ മരണപ്പെട്ടു എന്ന് കേൾക്കുന്നു, ശരിയാണോ? ആ വാർത്ത ശരിയാണോ? അതിന് മറുപടി കൊടുക്കണം. കാരണം വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും വാർത്തകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിന് ലൈക്ക് അടിക്കുന്നവരും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് കമന്റ് പോസ്റ്റ് ചെയ്യുന്നവരുമൊക്കെ ഒരുപാട് പെരുകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ നാട്ടിലെ റിയാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരു വാർത്ത ശരിയാണോ? ആ വാർത്ത ശരിവെക്കാൻ, ആ വാർത്ത ശരിയാണെന്ന് ചോദിക്കാൻ ഞാൻ ഉപയോഗപ്പെടുത്തിയ ഒരേ ഒരു മാധ്യമം വളരെ വിനയാന്വിതനായി എന്റെ മുമ്പിലിരിക്കുന്ന കാസർകോട്ട് നിന്ന് ഈ പരിപാടിക്ക് വേണ്ടി അങ്ങകലെ നിന്ന് ഇന്ന് പ്രഭാതത്തിലൂടെ ഈ ഇവിടെയെത്തി ഇപ്പോഴും നിഷ്കളങ്കനെ പോലെ ഈ സദസ്സിന്റെ മുന്നിലിരിക്കുന്ന കാസർകോട്ട് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന അന്തുച്ച എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, അന്തുച്ച, നൗഷാദ് ബാഖവിയുടെ മകൻ മരിച്ചു എന്ന് കേൾക്കുന്നു, സത്യസന്ധമായ വാർത്തയാണോ? വിനീതമായി അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, ഞാൻ ഇന്നോവ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്, നിങ്ങൾക്ക് വരണമെങ്കിൽ വരാം, ഞാൻ അങ്ങോട്ട് പോവുകയാണ്, മരണവാർത്ത ശരിയാണ്. ആ മരണവാർത്ത ശരിയാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ പോരുന്നോ കൂടെ? പറഞ്ഞവര് മറുപടി, ഇവിടെ കാലി സ്വീകരണമാണ്, അഭിവന്യ കാലി ജമലുല്ലൈലി തങ്ങളുടെ സ്വീകരണ ചടങ്ങ് നടക്കുകയാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കലാകാമെന്ന് പറഞ്ഞ് പിന്നീട് പോകുമ്പോഴും വിളിച്ചു. സഹോദരന്മാരെ, 40 തികയുന്ന അന്ന് ഇതൊക്കെ ഇങ്ങനെ പറയേണ്ടി വന്നത് 1.5 ലക്ഷം രൂപ വരെ നൗഷാദ് ബാഖവിക്ക് കെട്ടിവെച്ചു കൊടുത്തിട്ടാണ് ഇവിടെ ഉസ്താദിനെ കൊണ്ടുവന്നത് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരുടെ വചനം ഞാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കുകയാണ്. ഇയ്യാക്കുമുല്ലന്ന, ഭാവനയെ സൂക്ഷിക്കണേ, ഭാവനയെ സൂക്ഷിക്കണേ, അതിഭാവുകത്വങ്ങളെ സൂക്ഷിക്കണേ. ഭാവനയിൽ വിരിയുന്നതൊക്കെ പറയാൻ നാവിന് ലൈസൻസ് തന്നിട്ടില്ല പടച്ചറബ്. ഭാവനയിൽ വിരിയുന്നതൊക്കെ പറഞ്ഞവർ ഉസ്താദ് എന്ന് ഇവിടേക്ക് വന്നത് ഇന്ന് വരെ വളരെ ഗൗരവത്തോടെ പറയാൻ ഇവിടെ ഉപയോഗിക്കുന്ന സൗണ്ട്സ് ഏതാണെന്ന് ഈ നിമിഷം വരെ വിളിച്ചു ചോദിച്ചിട്ടില്ല.
ചോദിച്ചിട്ടില്ല ഈ നിമിഷം വരെ എത്ര വാട്സാണ് അവിടെ ഉപയോഗിക്കുന്നതെന്ന്. വിനീതമായി പറയട്ടെ, ഈ പ്രസംഗിക്കുന്ന ഞാൻ പോലും ചോദിക്കാറുണ്ട്, എന്റെ വേദിയിൽ നടക്കുന്ന ആ പരിപാടിയുടെ വാട്സ് എത്രയാണ്, അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നവൻ ആരാണ്, അത്ര പോലും ചോദിക്കുന്ന, എന്നെ പോലെയുള്ള അഹങ്കാരികൾ പോലും ചോദിക്കുന്ന ചോദ്യം പോലും ചോദിക്കാതെ ഈ നിമിഷം വരെ എത്ര വാട്സാ മോനെ ഇട്ടതെന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല. ആരാ സൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നത്? കച്ചേരി കുന്നിലെ പരിപാടി നടത്തിയല്ലോ, അതേപോലെ സിംസാറിലൊക്കെ മണ്ണൂർ ഹുദവിൽ വളവിൽ വന്നല്ലോ, അവിടെയൊക്കെ കൈകാര്യം ചെയ്ത സൗണ്ട്സ് പരിചയ സമ്പന്നര, അവരെ തന്നെ കൊണ്ടുവരണമെന്ന അഭിപ്രായങ്ങൾ പോലും പറയുമ്പോ നൗഷാദ് ബാക്കവി ഒരു വാക്ക് പോലും പറയാതെ ഈ സമയവും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുമ്പോ ആ നിഷ്കളങ്കനായ ഒരു മതപണ്ഡിതനെ കുറിച്ച് വളരെ മോശമായി അദ്ദേഹത്തിന് പൈസ കെട്ടിവെച്ചു കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുതെന്ന് പരാമർശം നടത്തുന്നവരോട് വളരെ വിനയാന്വിതമായ ഭാഷയിൽ ഈ നാടിനു വേണ്ടി, ഈ നാടിനൊരു പൈതൃകവും ഒരു അതിർപ്പവും ഒരു സന്തോഷവുമുണ്ട്, അത് കെടുത്തിക്കളയാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ വിനീതമായി പറയുന്നു, അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലോ അങ്ങനെ ഒരു അഗ്രിമെന്റിലോ അങ്ങനെ ഒരു സാമ്പത്തിക ചൂഷണത്തിന്റെയോ ലക്ഷ്യത്തിന്റെ പിന്നിലോ അല്ല ബഹുമാനപ്പെട്ട ഉസ്താദ് ഇങ്ങോട്ട് വരുന്നത് എന്ന് ആമുഖമായി പറയാനുള്ള ഒരു ബാധ്യത ഈ വിനീതനായ എനിക്കുണ്ട്. കാരണം അദ്ദേഹത്തെ ആദരണീയനായ ജമലുല്ലയിൽ തങ്ങൾ പോയി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, തങ്ങൾ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തെ കൊല്ലം പരിസരത്തെ അതിർത്തി പങ്കിടുന്ന ചിറയിൻകീഴ് വീട്ടിൽ പോയത് ഈ വിനീതനായ ഞാനാണ്. ഉസ്താദിനെ ക്ഷണിച്ചത് ജമലുല്ലയിൽ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഈ വിനീതനായ ഞാനാണ്. 2 മണിക്കൂർ നേരം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഇരുന്ന സമയം അദ്ദേഹത്തിന്റെ മകൻ മരിച്ച 40ന്റെ അന്നാണ്. ആ 40ന്റെ അന്ന് പ്രഭാതത്തിൽ ചെന്ന് 2 മണിക്കൂറുകളോളം സംസാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി പറയുന്നതും അദ്ദേഹം ഇങ്ങോട്ട് യാത്ര തിരിച്ചതും. അതുകൊണ്ട് ഈ ശബ്ദം ഈ ലോകം കേൾക്കുന്നുണ്ട്. കാരണം ഇത് യൂട്യൂബ് ലൈവാണ്, നമ്മളെ പോലെയല്ല. ഈ ശബ്ദം ലോകത്തിന്റെ മുഴുവൻ മേഖലകളിലുള്ള ആളുകൾ ലൈവായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബ് ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വിദേശ രാഷ്ട്രങ്ങളിൽ അബുദാബിയിലും ഖത്തറിലും ഒമാനിലും സൗദി അറേബ്യയിലും ഈ ഒരു ഒട്ടനേകം GCCയിലെ രാജ്യത്തുള്ള ആളുകൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്, അവർ കാണുന്നുണ്ട്. കേൾക്കുക മാത്രമല്ല, ഈ സംസാരിക്കുന്നതും ചാലിയത്തെ ഈ പരിപാടിയും ഗൾഫിലുള്ള നമ്മുടെ പ്രവർത്തകന്മാർ പോലും ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പരിപാടി ഒരാർഭാടത്തിന്റെ ലക്ഷണമല്ല, ഇതൊരു അഹങ്കാരത്തിന്റെ ലക്ഷണമല്ല, അങ്ങനെ ഒരു ആഭാസത്തിന്റെ കണക്കുകൂട്ടലിന്റെ ഭാഗമായി സംഘടിപ്പിച്ചതുമല്ല. ഇതിന്റെ പരമമായ ലക്ഷ്യം ആദരണീയമായ ഈ മദ്രസ, പരിഭാവനമായ മദ്രസ, ഈ മദ്രസ പണിതവരൊക്കെ എവിടെയാവുള്ളത്? 6 അടി മണ്ണിന്റെ ഘനാന്തകാരങ്ങളില അവര് പണിയെടുത്തതുകൊണ്ട് ഇങ്ങനെ ഒരു മദ്രസയുണ്ടായി. പലപ്പോഴും സിറാജ് ഫൈസി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ മഹലിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഉസ്താദുമാരുടെ സേവനങ്ങൾ എടുത്തു പറയാൻ ആരും മുന്നോട്ട് വരാറില്ലല്ലോ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ സേവനത്തെ നിരാകരിച്ച് നാട്ടിലൊരാൾക്ക് ഉസ്താദിനെ പറ്റിയിട്ടില്ലെങ്കിൽ ജോലി തെറിക്കുന്ന, തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണ് ഉസ്താദുമാരുടെ പണിയെന്ന് വിനീതമായി ഒരു ഉസ്താദ് എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരാൾക്ക് മോശം അഭിപ്രായം ഉണ്ടായാൽ മതി. ആ നിലയ്ക്ക് പല നാടുകളിലും ഉസ്താദുമാര് സേവനം ചെയ്യുമ്പോൾ 10 വർഷമായി വളരെ പ്രയാസപ്പെട്ട് ഇവിടെ സേവനം ചെയ്യുന്ന അദ്ദേഹം ഇതിന്റെ ശോചനീയാവസ്ഥ പലപ്പോഴായിട്ട് ഇതൊന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായിട്ടുണ്ട്. പുതുക്കിപ്പണിയണം, അതിനെന്തുണ്ട് മാർഗം? നമ്മുടെ നാട്ടിൽ അത്ര വലിയ ധനികന്മാരില്ല. പിന്നെ സാധാരണക്കാരായ നമ്മുടെ സാധുക്കളായ ആളുകളെ ആശ്രയിച്ചുകൊണ്ട് ഇതിങ്ങനൊരു പരിപാടി നടത്തി പൊതുജനങ്ങളെ ഇതിന്റെ വിഷമാവസ്ഥ അതൊന്ന് ബോധ്യപ്പെടുത്തണമെന്ന് വളരെ ഗൗരവത്തോടെ കണക്കിലെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതും. അതുകൊണ്ട് സഹോദരന്മാരെ, അതിന് പ്രത്യേകമായി ചില നന്ദി പറയേണ്ട ആളുകളുണ്ട്. കാരണം ഒരു സംഘാടക സമിതിക്ക് ഏറ്റവും കൂടുതൽ ക്യാഷ് ചെലവാകുക പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. ഈ അലങ്കാര വിളക്ക്, ഈ അതിർപ്പ വിളക്ക് ഇങ്ങനെ കമനീയമായി അലങ്കരിച്ച ഈ സ്റ്റേജ് തന്നത് AR ടൈൽസ് ആണ്. അവരെ സ്മരിക്കുകയാണ്. അള്ളാഹു ഹൈറും ബർക്കത്തും കൊടുക്കുമാറാകട്ടെ. ഒന്നാലോചിച്ചു നോക്ക്, ഇങ്ങനെ ഒരു സംരംഭം പറഞ്ഞപ്പോ ഞങ്ങൾക്ക് പബ്ലിസിറ്റി കിട്ടുന്ന കാര്യമാണെങ്കിലും മദ്രസയല്ലേ, അതുകൊണ്ട് തൽക്കാലം ആ സ്റ്റേജ് ഞങ്ങൾ തരാം. പബ്ലിസിറ്റിക്ക് വേണ്ടി അവർ തന്നത്, ഈ AR ടൈൽ തന്നത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ആലങ്കീർ ജ്വല്ലറി നോട്ടീസ് ഞങ്ങളെ വക നിങ്ങൾ അടിച്ചോളൂ എന്ന് പറഞ്ഞു, സന്തോഷത്തോടെ പറഞ്ഞു. അതോടൊപ്പം മുസ്തഫാസ് ഒരിക്കലും മറക്കാൻ കഴിയില്ലല്ലോ, ചാലിയത്തെ കടലോര ജനതയിൽ നിന്ന് വളർന്നു വന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മുൻകാലത്ത് ഈ മഹലിലെ നാഡീമിടിപ്പുകളെ നിയന്ത്രിച്ച സൂഫി ജീവിതം നയിച്ച ഒരു വലിയ മനുഷ്യന്റെ പുത്രൻ ഹക്കീം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, മുസ്തഫാസ് നടത്തുന്ന ആ ചെറുപ്പക്കാരൻ
ചെറുപ്പക്കാരൻ 15,000-ഓളം രൂപയാ തന്നത്. എവിടെയെല്ലാം ഫ്ലക്സ് വെക്കണോ നിങ്ങൾ വെച്ചോ, ഈ പള്ളിയും മദ്രസയുടെയും പരിപാടി നടക്കണം, അതും പടച്ചറബ് സ്വീകരിക്കുമാറാകട്ടെ. ആ സ്വീകരണത്തിന്റെ പിന്നാലെ ഒരുപാട് പോസ്റ്ററുകൾ അടിക്കേണ്ടി വന്നു. അതും അൽ ഹിന്ദ് കമ്പനി കൊടുത്തു, കമാനങ്ങൾ കൊടുത്തു. അങ്ങനെ വലിയ ഒരു തുക പബ്ലിസിറ്റിക്ക് ചെലവാകുന്നത് വളരെ ആസൂത്രിതമായി, സംഘടിതമായി, പ്രവർത്തന ഫലമായി സംഘാടകർ സംഘടിപ്പിക്കുകയും അങ്ങനെ സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് സമാപനത്തിന് വേണ്ടി നിങ്ങൾ ഇരിക്കുന്നത്. ഇനി നിങ്ങളോടാണ് അപേക്ഷ. ഈ പരിപാടിക്ക് വന്നത് ആയിരങ്ങളല്ല. ഞങ്ങൾ ഇവിടെ ഇട്ട ചെയറിന്റെ കണക്ക് പറഞ്ഞിട്ട് ഒരു അഹങ്കാരത്തിന്റെ മേമ്പടി സൃഷ്ടിക്കാൻ ഒരു ശ്രമവും നടത്തുന്നില്ല, ഒരു ശ്രമവും വേണ്ട. ഇവിടെ ഇട്ട ചെയറിന്റെ എണ്ണം പറഞ്ഞിട്ട് ഒരാളെയും ഞെട്ടിപ്പിക്കേണ്ട ഒരാവശ്യവും ചാലിയം സിദ്ദീഖ് പള്ളി മഹല്ല് കമ്മിറ്റിയുടെ നിഷ്കളങ്കരായ ഭരണകർത്താക്കൾക്കില്ല. അതുകൊണ്ട് വിനീതമായി പറയട്ടെ, ഈ വന്നവരോട്, ഇവിടെ വരുന്ന ഈ പരിപാടിക്ക് മദ്രസയുടെ പിരിവ് നടക്കുമ്പോ ഇവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ബക്കറ്റ്, ആ ബക്കറ്റിൽ നിങ്ങളൊന്ന് കനിഞ്ഞാൽ ഒരു കടവുമില്ലാതെ ഈ പരിപാടിയുടെ ചെലവ് അത് ഞങ്ങൾക്ക് കിട്ടും. ആ ഒരു പ്രതീക്ഷ നിങ്ങളെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. അത് വളരെ വിനീതമായി പറയാൻ, ഇങ്ങനെ സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് നിങ്ങൾ വന്നിരുന്ന ഇരിക്കുന്ന ഒരു ചെയറിന് അതിനൊരു വാടകയുണ്ട്. ആ ഒരു വാടകയെങ്കിലും ഇരിക്കുന്ന ഒരു ചെയറിന് പന്തലുകാർ തന്നൊരു കണക്കുണ്ട്. ഒരു കസേരക്ക് ഇത്രയാണ് ഉസ്താദേ, പച്ചയായി പറഞ്ഞാൽ ഒരു കസേരക്ക് 12 രൂപയാണ്. ആ 12 രൂപയെങ്കിലും കനിഞ്ഞിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾ മുഴുവൻ ആ ബക്കറ്റിൽ ഒരു പണം നിക്ഷേപിച്ചാൽ, സഹോദരന്മാരെ, ഈ പള്ളിക്ക് വേണ്ടി, ഈ മദ്രസക്ക് വേണ്ടി, ഇങ്ങനെ കുറെ ദീനീ ദഅവത്തിന്റെ ആ മേഖലകൾ തുറക്കാൻ വേണ്ടി ധർമ്മത്തിന്റെ പടച്ചട്ടയണിഞ്ഞ സംഘബോധമുള്ള ഈ നാടിന്റെ നന്മയുടെ മക്കളൊന്ന് ഉറങ്ങി തിരിച്ചപ്പോ അതിന് പ്രചോദനം കൊടുക്കാൻ നിങ്ങൾ ഉണ്ടാകണമെന്ന് വിനീതമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സമാദരണീയനായ ബഹുമാനപ്പെട്ട ഉസ്താദ് നൗഷാദ് ബാക്കബി ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. യുവത്വം എന്ന വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അഭിഷേകമായി തൊടുന്നത് ശരിയല്ല. ഇന്നലെയും മിനിയാന്നുമൊക്കെ ആമുഖമായി വിഷയാസ്പദവുമായി 1-2 കാര്യങ്ങൾ നിങ്ങളെ സൂചിപ്പിച്ചിരുന്നുവെങ്കിലും വളരെ വിനീതമായി പറയട്ടെ, ഈ പരിപാടിയിലേക്ക് ഒരുപാട് പ്രദേശത്തെ പല ആളുകളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഗൗരവത്തോടെ, പ്രത്യേകിച്ച് ഇപ്പൊ വിളിച്ചു പറഞ്ഞു, കടലുണ്ടിപ്പുഴയോരത്ത് കമാനം വെച്ച യാസീൻ ഗോൾഡിന്റെ ഓണർ വളരെ സ്നേഹത്തോടെ എന്തുണ്ടെങ്കിലും സഹായം തരുന്ന യാസീൻ ഗോൾഡിന്റെ ഓണർ വളരെ സ്നേഹത്തോടെ അദ്ദേഹം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഹലാലായ മുറാദ് അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ എന്നാമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ആദരണീയനായ ഉസ്താദ് നൗഷാദ് ബാക്കവി നമ്മുടെ പരിസരത്ത് എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ മഹലിന്റെ സാരഥികളൊക്കെ അദ്ദേഹത്തെ സ്വീകരിച്ച് തൊട്ടടുത്ത വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തു നേരെ ഏകദേശം 1.5 മണിക്കൂറിനുള്ളിൽ നമ്മുടെ പരിപാടി തുടങ്ങാൻ കഴിയും ഇൻഷാ അല്ലാഹ്. അതിനപ്പുറത്ത് വേറെ ഒരു ലക്ഷ്യവും ഇവിടെയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ പൈതൃകങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന, വളരെ പാരമ്പര്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന, വളരെ പൈതൃക സമ്പന്നമായ ഒരു നാടാണ് പരിശുദ്ധമായ നമ്മുടെ ഈ ചാലിയം എന്ന് പറയുന്നത്. ഈ ചാലിയത്തിന്റെ പ്രതാപം വല്ലാതെ വല്ലാതെ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേവലം എന്ന് പറഞ്ഞാൽ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്ന വല്ലാത്ത ഒരു ഗൗരവമുള്ള വാക്കുണ്ട്, വത്തഖൂ ഫിത്നതൻ വത്തഖൂ ഫിത്നതൻ വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്വ. നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ പേടിക്കണേ, അക്രമകാരികളായ ഒരു ജനതയെ മാത്രമല്ല അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുമ്പോൾ പിടികൂടുക എന്ന് പരിശുദ്ധ ഖുർആനാ നമ്മളെ പഠിപ്പിച്ചത്. ഏതാ നമ്മുടെ നാട്? ബാണപ്പെരുമാളിന്റെ ചരിത്രം പറയുന്നു നമ്മൾ. ആരാ ബാണപ്പെരുമാൾ? ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഇസ്ലാം പുൽകാൻ വേണ്ടി പോയ ചേരമാൻ എന്ന് പറയുന്ന ബാണപ്പെരുമാൾ. അദ്ദേഹം കൊടുങ്ങല്ലൂരിലെ രാജാവായിരുന്നുവല്ലോ. ആ ബാണപ്പെരുമാള് ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി, ഇസ്ലാമിക ആഗമനത്തിനു വേണ്ടി മദീനയിലേക്ക് പലായനം ചെയ്തപ്പോ മാലിക് ദീനാറിന്റെ സംഘം ഇവിടെ വരുന്നതിന് മുമ്പ് ബാണപ്പെരുമാളിന്റെ കൂടെ ആ സംഘാംഗങ്ങളായി ഉണ്ടായതിൽ 4 പേര് ചരിത്രമുറങ്ങുന്ന ഈ ചാലിയത്തിന്റെ മണ്ണിലാണെന്നുള്ള ജനത വിസ്മരിച്ചു പോകരുത്. ബാണപ്പെരുമാളിന്റെ കൂടെ പോയവര് 4 പേരാ ചാലിയത്തുകാര് പോയത്. ഏതാ കാലഘട്ടം? ബാണപ്പെരുമാൾ എന്ന് പറയുന്ന ആദ്യത്തെ കേരളത്തിലെ ചക്രവർത്തി താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച ആ ബാണപ്പെരുമാൾ ഇസ്ലാം സ്വീകരിക്കാൻ പോയെങ്കിൽ അതിന്റെ കൂടെ പോകാൻ ഭാഗ്യം ലഭിച്ച പൈതൃക സമ്പന്നമായ ഒരു നാട്ടിന്റെ പെരുമ പറയാൻ പറ്റുന്ന മക്കള് ആ 4 പേര് പോയിട്ട് ആ തിരിച്ചു വന്നവരിറങ്ങിയത് ധർമ്മടത്താണ് ഇറങ്ങിയത്. ധർമ്മടത്ത് അവര് പള്ളി പണിതു. ബാണപ്പെരുമാൾ മാലിക് ദിനാറിനെയും സംഘത്തെയും ഇങ്ങോട്ട് അയച്ചു. മാലിക് ബിൻ ഹബീബ് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഞാനത് പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയോ ബോറടിപ്പിക്കുകയോ ചെയ്യുകയല്ല. മഹാനായ മാലിക് ദിനാറും സംഘവും കേരളത്തിലേക്ക് ഇസ്ലാമിക ദഅവത്ത് കൊണ്ടുവന്നിട്ട് മദ്രസ പാഠപുസ്തകങ്ങളിൽ ഇന്നും നമ്മൾ പഠിക്കും.
പരിശോധിക്കുക. 12 പള്ളിയാണ് അവർ പണിതത്. ആ 12 പള്ളിയില് ഒരു പള്ളി നമ്മുടെ നാട്ടിലാണെന്ന് പറയുമ്പോ ആ ഇസ്ലാമിക പാരമ്പര്യത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്ക്. നിസ്സാരവൽക്കരിക്കാൻ പറ്റുമോ? നിസ്സാരവൽക്കരിക്കാൻ പറ്റുമോ? ഇത് നിസ്സാരമാണോ? ലോകത്തെ ഇസ്ലാമിക ചരിത്രമാണത്. കേരളത്തിന്റെ ചരിത്രമല്ലത്, ചാലിയത്തിന്റെ ചരിത്രമല്ലത്. കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക്, ലോകത്തേക്ക് ഇസ്ലാം പരന്നൊടുകിയതിന്റെ ചരിത്രമാണത്. ആ ചരിത്രത്തിന്റെ ഭാഗധേയം, അതിൽ കുത്തിവെക്കപ്പെട്ട പേര് ഒരു ചാലിയം എന്ന് പറയുന്ന നാടായി മാറി. എങ്ങനെ ആ പേര് കിട്ടി? എങ്ങനെ കൊടുത്തു ആ പേര്? ചേല നെയ്യുന്നവൻ. ചേല നെയ്യുന്നവൻ. ചേല നെയ്യുക എന്ന് പറഞ്ഞ പുടവ നെയ്യുക. വളരെ വസ്ത്രം നെയ്യുന്ന കാര്യത്തിൽ ചാലിയത്തുകാര് വലിയ താല്പര്യമുള്ളവരായിരുന്നു. അലകടലിന്റെ ജാലത്ത് എങ്ങനെ അത് നെയ്ത്തുശാലകൾ ഉണ്ടായി? അത് ചരിത്രത്തിന്റെ കൗതുകമാണ്. അത് പഠിച്ചിട്ട് ആ കൗതുകത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. എങ്ങനെ ചാലിയത്ത് നെയ്ത്തുശാലകൾ ഉണ്ടായി? അതിലേക്ക് ചേർത്തിയാണ് ചേലന്മാര്, ചേല നെയ്യുന്നവർ, ചാലിയമെന്നുണ്ടായതെന്ന് ചരിത്രകാരന്മാർ മലയാള പുസ്തകങ്ങളിൽ എഴുതി വെക്കുന്നു. അതിന്റെ അപ്പുറത്ത് ഷാലിയാത്ത്, സ്വാലിഹാത്ത്, സ്വാലിഹീങ്ങൾ അധിവസിച്ച നാട് സ്വാലിഹാത്ത്, അത് ഷാലിയാത്ത് ആയതാണെന്ന് ആളുകൾ പറയുന്നു. എന്ത് പൈതൃക സമ്പന്നം പോരാ, അതിനപ്പുറത്തൊരു ചരിത്രം പറയാനുണ്ട്. ഇവിടെ വരാൻ പോകുന്ന ഈ പ്രൗഢോജ്വല വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ട സർവാധരണീയനും സമാധരണീയനുമായ മഹാനായ സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലൈലി തങ്ങൾ, അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. അഹ്ലു ബൈത്തിന്റെ പാരമ്പര്യത്തിന്റെ കൈവഴികളിലൂടെ ഹിജ്റ 1165 ഇന്ത്യാന്വേഷിയിലെ സുമാത്ര, നാം അധിവസിക്കുന്ന കടലുണ്ടി പഞ്ചായത്ത്, ഇന്ത്യാന്വേഷിയിലെ സുമാത്രയിൽ രാജകുടുംബാംഗമായി, കേവലം കാതുകൊണ്ട് കേട്ട് ലളിതമായി തള്ളരുത്, ലളിതമായി തള്ളരുത്. ഇന്ത്യാന്വേഷിയിലെ സുമാത്രയിൽ അഷി എന്ന് അന്ന് പറയുന്ന ആ സുമാത്രയില് ആ ഹിജ്റ 1165 രാജകുടുംബാംഗം എന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കൂ നിങ്ങൾ. രാജകുടുംബാംഗമായി പിറന്നു വീണു സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലൈലി. കേൾക്കണം നിങ്ങൾ, ചരിത്രത്തിന്റെ താരാട്ട് പാട്ട് കേട്ട് കിടന്നുറങ്ങാൻ കടലുണ്ടി പുഴയുടെ തീരത്ത് കളകളാരവ മുടക്കുന്ന ആ പുഴയ്ക്ക് സ്ഥാനമുണ്ട്. ചാലിയാറിനതിന് സ്ഥാനമുണ്ട്. അറബിക്കടലിന്റെ അലമാലകളെ താലോലിക്കുന്ന ഈ ചാലിയത്തിന് ചരിത്ര പ്രാധാന്യമുണ്ട്. ആലോചിക്കണം നിങ്ങൾ. ഹിജ്റ 1165 രാജകുടുംബാംഗമായ സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലൈലി. കൊട്ടാരത്തിൽ ജീവിക്കാൻ താല്പര്യമില്ല, ആർഭാടം വേണ്ട, സുഖസൗകര്യങ്ങൾ വേണ്ട, ജീവിതത്തിന്റെ ഈ ഐശ്വര്യത്തിന്റെ മേഖലകൾ ഒന്നും തന്നെ വേണ്ട. അതുകൊണ്ട് എന്താ ചെയ്തത്? മാതാപിതാക്കളുടെ അരികിലെത്തിയിട്ട് പറഞ്ഞു, ഉമ്മ ഉപ്പ, എനിക്ക് നാട് വിട്ടു പോകണം, മലബാറിലേക്ക് പോകണം. ഏതാ മലബാർ? ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി യമനികൾ കൂടണയുന്ന നാട്. ഏതാ മലബാർ? ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി സഹാബി പുങ്കവന്മാർ കടൽ കടന്ന നാട്. ഏതാ മലബാർ? എത്രയോ പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും നല്ല മനോഹരമായ ഇതളുകൾ വിരിഞ്ഞ മലബാർ. ആ മലബാറിലേക്ക് ആരാ വന്നത്? ഉപ്പയോടും ഉമ്മയോടും ചോദിച്ചു, ഞാനൊന്ന് നാട് വിടട്ടെയോ? ഈ ഭൗതിക ജീവിതത്തോട് എനിക്കൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് രാജകുടുംബാംഗമായ സയ്യിദ് വര മുഹമ്മദ് കോയ ജമലുല്ലൈലി തങ്ങളുടെ ഉപ്പാപ്പമാരുടെ പാരണവരായ സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലൈലി ആ ഉപ്പ ഉമ്മമാരുടെ സമ്മതം ചോദിച്ചു. സമ്മതമേ കൊടുത്തില്ല. അതാണ് ചരിത്രം. സമ്മതമേ കൊടുത്തില്ല. മകനെ വിട്ടുപിരിയാൻ അവർക്ക് അങ്ങനെ ഒരു മനസ്സേ വന്നില്ല. അങ്ങനെ ഉള്ളവല്ലാത്തൊരു അന്തരീക്ഷത്തിൽ അള്ളാഹു ദിവ്യബോധനം കൊടുക്കുകയാ. എന്താ ദിവ്യബോധനം കൊടുക്കുന്നത്? നിങ്ങൾ മലബാറിലേക്ക് പോകണം, നിങ്ങൾ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി മലബാറിലേക്ക് പോകണം. ഇന്ത്യാന്വേഷിയിലെ സുമാത്രയിൽ നിന്ന് മലബാറിലേക്ക് വരാൻ ഉമ്മ ഉപ്പമാരോട് പറഞ്ഞു, എനിക്കിങ്ങനെ സ്വപ്നത്തിൽ ദർശനമുണ്ടായിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇന്ത്യാന്വേഷിയിലെ സുമാത്രയിൽ നിന്ന് പോരാൻ മാതാപിതാക്കൾ സമ്മതം കൊടുത്തപ്പോ ആർത്ത് അലതല്ലി ചിതറുന്ന കടലലമാലകളുടെ മുമ്പിൽ വന്നിട്ടാണ് മഹാനായ സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലൈലി ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. ഫബസത മുസല്ലഹു ഫിൽ ബഹർ, അലകടലിൽ മുസല്ല വിരിച്ചു എന്നാ പറഞ്ഞത്. ആർത്ത് അലതല്ലി ചിതറുന്ന കടലലമാലകളിൽ മുസല്ലയങ്ങ് വിരിച്ചു. ഫബസത മുസല്ലഹു ഫിൽ ബഹർ, ആ ബഹറിൽ മുസല്ല വിരിച്ചപ്പോ കടൽ ശാന്തമായി. ആ കടലിനെ കീറിമുറിച്ച് കടലിൽ മുസല്ല ഉന്തി 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 എത്തിയത് കടലുണ്ടിയിലാണ്. കടലുണ്ടിക്ക് പേര് വന്നത് അങ്ങനെയാണെന്ന് ചരിത്രം പറയുന്നു. മുസല്ല കടലിൽ ഉന്തി വന്ന തങ്ങള്, അതാണ് കടലുണ്ടി തങ്ങള്. ആ കടലുണ്ടിയിലാണ് ജമലുല്ലൈലി തങ്ങളുടെ പാരമ്പര്യമുള്ളത്. ആ പാരമ്പര്യത്തിന്റെ തറവാട്ടു കാരണമുറ്റത്താണ്
ചാലിയത്തിന്റെ ചരിത്രത്തിന്റെ ഇതളുകൾ വിരിഞ്ഞത്. മാലിക് ദിനാർ പണിത് വെച്ച ആ പള്ളിയുടെ പാരമ്പര്യം പേറാൻ എത്ര കാലഘട്ടങ്ങൾ, എത്ര നേതാക്കന്മാർ ചാലിയത്ത് പിറന്നു വീണു. അല്ലാമ ശാലിയാത്തിയെ ഇസ്ലാമിക ചരിത്രത്തിൽ മറക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. അല്ലാമ ശാലിയാത്തിയെ മാത്രമല്ല, ഇന്ന് നമ്മുടെ നൂറുദ്ദീൻ ശൈഖ് മഖാമ്, ശൈഖ് ഹമദാനി, അദ്ദേഹത്തിന്റെ ആത്മീയ പരിമളം അനുഭവിച്ചല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഈ മണ്ണിലല്ലേ നമ്മൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും അഭിപ്രായ അനൈക്യങ്ങളും പരസ്പരം സ്നേഹവും സഹകരണവും ഇല്ലാതെ നാം ഒക്കെ ചെയ്തു കൂട്ടുന്ന കോപ്രായത്തരങ്ങളെന്ന് വളരെ ഗൗരവത്തോടെ ആലോചിക്കണം. ഇസ്ലാമിക ദഅവത്തിന്റെ മുടിചൂടാ മന്നന്മാർ കാൽപാദം പതിഞ്ഞ് അവരനുഗ്രഹിച്ച, അവർ ആശീർവദിച്ച, ചരിത്രത്തിന്റെ പുളകമേറ്റ് കിടന്നുറങ്ങുന്ന ഈ ചാലിയത്തിന്റെ മണ്ണിൽ ആലോചിക്കണം നിങ്ങൾ. കോഴിക്കോട്ടെ കാലിമാർ എന്ന പദവി പോലും ഇല്ലാത്ത ഒരു കാലഘട്ടം. ചാലിയത്ത് ഈ ഹിസ്റ്ററി പഠിക്കുന്നവർക്കറിയാം, ചരിത്ര പാഠപുസ്തകങ്ങൾ പരതുന്നവർക്കറിയാം. മലയാള പാഠപുസ്തകങ്ങളിൽ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഒരു വേർഡുണ്ട്, ചാലിയത്ത് നിന്നാണ് തിരൂരിലേക്ക് ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ. ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ എവിടെ? അതും ചാലിയമാണ്. ഈ അധിവസിക്കുന്ന മണ്ണിനെ കുറിച്ച് ഉൾപ്പുളകത്തോടെ രോമാഞ്ചം കൊണ്ട് അനുഭവിക്കണം നിങ്ങൾ ഈ നാടിന്റെ മഹത്വം എന്താണെന്ന്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ഉണ്ടായത് ചാലിയത്തേക്കാണ്. ആ ചാലിയത്തേക്ക് റെയിൽവേ 1888 പൊളിച്ചിട്ടാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായതെന്ന് പറയുമ്പോ ഈ നാടിന്റെ ഗൗരവം എത്രയാണ്. ഇവിടെ അറബികൾ വന്നിരുന്നു, ഇവിടെ സാമൂതിരി രാജാക്കന്മാർ സഹകരിച്ചിരുന്നു. അലതല്ലി ചിതറിയ അറബിക്കടലിന്റെ അലമാലകളെ ചെഞ്ചായമണിയിച്ച 4 തലമുറ കുഞ്ഞാലി മരക്കാർമാരുടെ പോരാട്ടത്തിന്റെ വീര്യം കണ്ട് മണ്ണാണ് ഈ ചാലിയം. ആ ചാലിയത്താണ് കോഴിക്കോട്ടെ കാലിമാരുടെ ആവിർഭാവമുണ്ടായത്. കോഴിക്കോട്ടെ കാലിമാരുടെ ആവിർഭാവമുണ്ടായത്. നമ്മളെല്ലാം ഒരു പാട്ട് കേൾക്കാറുണ്ട്. എന്താ പാട്ട്? മാപ്പിളപ്പാട്ട് കാവ്യശാഖയിലെ ആദ്യത്തെ കൃതി. മാപ്പിളപ്പാട്ട് കാവ്യശാഖയിലെ, ഇന്നിപ്പോ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ടിന് അങ്ങനെ ഒരു ബാനർ ഉണ്ടെങ്കിൽ മാപ്പിളപ്പാട്ടിന്റെ ബാനറിൽ ആദ്യമായി ആത്മീയത ചാലിച്ചെടുത്ത് ഖാലി മുഹമ്മദ് രചിച്ച മുഹയ്യുദ്ദീൻ മാലയാണ് ആദ്യത്തെ കൃതി. മാപ്പിളപ്പാട്ടിന്റെ ആദ്യത്തെ കൃതി അതാണ്. പിന്നെ മാപ്പിളപ്പാട്ടിൽ നിന്ന് വ്യതിചലിച്ചത്. ആ മുഹയ്യുദ്ദീൻ മാലയിൽ വളരെ ഗൗരവത്തോടൊരു വരി കാണാം. ആരാ എഴുതിയത്? ഖാലി മുഹമ്മദാണ്. ആരാ ഖാലി മുഹമ്മദ്? കോഴിക്കോട്ടെ ഖാലിയാണ്. എവിടാ അധിവസിച്ചത്? ചാലിയത്താണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? മുഹയ്യുദ്ദീൻ മാല എഴുതിയ ആള് ചാലിയത്താണ്. ആലോചിക്കണം നിങ്ങൾ. മുഹയ്യുദ്ദീൻ മാല, നാം പാടിയ മുഹയ്യുദ്ദീൻ മാല, ആ മുഹയ്യുദ്ദീൻ മാല എഴുതിയ മഹാനായ സയ്യിദ് ഖാലി മുഹമ്മദ്. എന്താ അതിലൊരു വരി കാണാലോ നിങ്ങൾക്ക്? കോഴിക്കോട്ടെ തൂറ തന്നിൽ പിറന്നോവ. കോഴിക്കോട്ടെ തൂറ. ഈ തുറ എന്ന് പറയുന്ന വീട് കണ്ടറമ്പള്ളിക്ക് സമീപത്താണ്, തറയമലാണ് എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. ഒരുപക്ഷേ സ്ഥലങ്ങൾക്ക് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാം, എങ്കിൽ പോലും കോഴിക്കോട്ടെ തൂറ തന്നിൽ പിറന്നോവ, ഇത് പാടുമ്പോ പോലും ഇതെന്റെ നാടിനെ കുറിച്ചാണെന്ന് നമ്മൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ല, ഇന്ന് വരെ നമ്മൾ ആലോചിച്ചിട്ടില്ല. അത്രമാത്രം പൈതൃക സമ്പന്നമായ ഒരു നാട്, മഹാന്മാരുടെ പാദം പതിഞ്ഞ മണ്ണ്, എത്രയെത്ര വലിയ വലിയ മഹാരഥന്മാർ ദർസ് നടത്തിയ മണ്ണ്, ഇപ്പോഴും ആത്മീയതയുടെ പരിമളം പരന്നൊഴുകുന്ന മണ്ണ്. ഈ ചാലിയത്ത് ഇന്ന് 30 പള്ളികളുണ്ട്. അള്ളാഹു നിലനിർത്തി തരട്ടെ. ഒന്നാമീൻ പറ. അള്ളാഹു നിലനിർത്തി തരട്ടെ. 30 പള്ളികളുണ്ട്. ആ 30 പള്ളികളുള്ളതിൽ കുറച്ച് 150 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ മുൻഗാമികൾ ജുമുഅ തുടങ്ങിയ മസ്ജിദാണ് സുദ്ദീഖ് പള്ളി ജുമാ മസ്ജിദ്. 150 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഞാനും ഒരു സുദ്ദീഖ് പള്ളി മഹല്ലിലെ നിവാസിയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കും വേണം ചില അറിവുകളൊക്കെ. ഒരു 150 കൊല്ലങ്ങൾക്ക് മുമ്പ്, 150 കൊല്ലങ്ങൾക്ക് മുമ്പ് സുദ്ദീഖ് പള്ളി സ്ഥാപിക്കപ്പെടുമ്പോൾ അവിടെ നിന്നങ്ങോട്ട് ഈ മേഖലകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്ത് ദീനി ദഅവത്ത് നടന്നു പോകുന്നത് സുദ്ദീഖ് പള്ളി കേന്ദ്രീകൃതമായിട്ടാണ്. പക്ഷെ ഇന്ന് വരെ നമ്മൾ സാധാരണക്കാരായതുകൊണ്ട് ഒരു സ്ഥിര വരുമാനം ഇന്ന് വരെ മഹല്ലിനില്ല. സത്യസന്ധമായ കാര്യമല്ലേ? അതിനാരെങ്കിലും പരിശ്രമിക്കാഞ്ഞിട്ടാണോ? അങ്ങനെയല്ല. അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലോ ആരോപണമോ അല്ല അതിൻ്റെ പിന്നിലുള്ളത്. അങ്ങനെ ഒരു സാമ്പത്തിക സ്രോതസ് മഹല്ലിനില്ല.
കടലിനോട് മല്ലിട്ട് ജീവിക്കുന്നവരിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് നമ്മുടെ ഉസ്താദുമാരുടെ ശമ്പളം കൊടുത്തു പോകുന്നു. അൽഹംദുലില്ലാ, ഇത്രയും കാലം ചെയ്തവരുടെ സേവനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എത്ര ആളുകൾ അന്നം കൊടുത്തു, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മദ്രസകളുടെ പുരോഗമന പ്രവർത്തനങ്ങളും പള്ളിയുടെ പുരോഗമന പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോൾ ഈ പിന്നിലിരുന്ന ഒരുപാട് മഹലിൻ്റെ പഴയകാല ആളുകളും നേതാക്കളും സദസ്സിലുമുണ്ട്, സ്റ്റേജിലുണ്ട്. അവരുടെയൊക്കെ ഊർജിതമായ പരിശ്രമം. ദുനിയാവിലൊന്നും കൊതിച്ചിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല. എല്ലാം ആഖിറത്തിലാണ്. ദുനിയാവിൽ എന്ത് കിട്ടാൻ? അതുകൊണ്ട് ദുനിയാവിൽ അങ്ങനെ ആരെങ്കിലും വന്ന് പള്ളിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കൊതിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ് അവരെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ മസ്ജിദും നമ്മുടെ മദ്രസകളും നടന്നു പോകുന്നു. വളരെ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നു. ഇപ്പോൾ വളരെ ശോചനീയമായ അവസ്ഥയിലേക്ക് നമ്മുടെ ബ്രാഞ്ച് മദ്രസ എത്തിപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒന്ന് പുതുക്കിപ്പണിയാൻ ഈ പരിപാടിയോടുകൂടി നിങ്ങൾ അറിയിക്കുകയാണ്, ഇങ്ങനെ മദ്രസ ഇങ്ങനെ ഒരു പ്രശ്നത്തിലാണ്. അതുകൊണ്ട് ഇനി ധൈര്യമായിട്ട് നിങ്ങളെ സമീപിക്കാലോ. 4 ദിവസമായി നമ്മുടെ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. ഈ സംഘാടനത്തിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ഒരു നിലവാരത്തിലേക്ക് നമ്മൾ ഉദ്ദേശിച്ച പ്രൊജക്റ്റ് ഒരു 30 ലക്ഷമാണ്. 30 ലക്ഷം ഉണ്ടെങ്കിൽ അത് പണിയാം, തലമുറകളോളം അറിവ് പഠിക്കാം. ആര് ഒരു നാണയത്തൊട്ട് കൊടുത്തോ, നിങ്ങൾക്കാണ് അതിൻ്റെ നിയോഗമെങ്കിൽ പടച്ചവൻ തന്നതെങ്കിൽ ആ നിയോഗത്തിൽ നിങ്ങൾ പങ്കാളികളാണെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം ബാക്കി വെച്ചിട്ടുണ്ട്. ഈ മദ്രസയിൽ നിന്ന് ഒരു കുട്ടി ചൊല്ലുന്ന സ്വലാത്ത് നാളെ നിങ്ങളുടെ ഖബറിലേക്ക് പ്രകാശപ്രവാഹമായി നിങ്ങൾക്ക് വെളിച്ചം തരുന്നത്. ആ കുട്ടിയോതുന്ന പ്രാർത്ഥന തലമുറകളോളം കഴിഞ്ഞിട്ടും ആ മദ്രസ ഇവിടെ നിലകൊള്ളുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ എടുത്തെറിഞ്ഞ എത്രയോ പണങ്ങൾ ഉണ്ടായപ്പോഴും പള്ളിക്ക് കൊടുക്കുമ്പോൾ മാത്രം കണക്ക് പറയുകയും കണക്ക് ചോദിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നാളെ നിങ്ങളെ പടച്ച റബ്ബ് ചോദ്യം ചെയ്യുമെന്ന് നിങ്ങൾ വിസ്മരിക്കരുത്. എത്രയോ പണം നമ്മൾ ചെലവഴിക്കുമ്പോൾ പള്ളിക്കല്ലേ നമ്മൾ അത്ര കൊടുത്തത്, എന്നിട്ടും മതിയായില്ലേ എന്ന് ചോദിക്കുന്ന ഒരുതരം പരിഹാസ ചോദ്യം. അത് ചോദിക്കുന്നവരുടെ വീട്ടിലേക്കല്ലല്ലോ അത് കൊണ്ടുപോകുന്നത്. ഇതാരുടെ വീടാണ്? ഇത് അല്ലാഹുവിന്റെ വീടാണ്. മസ്ജിദ്, മദ്രസ അവനെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള മാധ്യമങ്ങളാണ്. ആ മാധ്യമ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പാവപ്പെട്ട ആളുകൾ പണിയെടുക്കുന്നത്. അവരുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതല്ലാതെ നിരുത്സാഹപ്പെടുത്തുന്നത് ഒരു യഥാർത്ഥ മുഅ്മിനിന്റെ ലക്ഷണമായി കരുതാനൊക്കില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദരണീയനായ നൗഷാദ് ബാക്കവി ഉസ്താദ് നമ്മുടെ സദസ്സിൽ നിങ്ങളോട് സംവദിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ വിനീതമായി നിങ്ങളോട് ആ ആവശ്യം നിങ്ങളോട് ചോദിക്കുമ്പോൾ, നമുക്ക് വേണ്ടി അദ്ദേഹം വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ നിരാശരാക്കരുത് എന്ന് വിനീതമായി പറയാൻ ഈ സമയം ആഗ്രഹിക്കുകയാണ്. ഒരുപാട് ആളുകൾ, ഞാൻ നീട്ടുന്നില്ല, ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞത്, കരള് ആമാശയം ചുരുങ്ങിപ്പോകുന്ന, തലച്ചോറ് ചുരുങ്ങിപ്പോകുന്ന ഒരു രോഗമുള്ള കുട്ടിയുമായിട്ട് ഈ മജ്ലിസിൽ ഒരു ദുആ മാത്രം കൊതിച്ചിട്ടൊരു ഉമ്മ വന്നിട്ടുണ്ട്. ആലോചിക്കണം നിങ്ങൾ, അങ്ങനെ ഒരു പ്രയാസം എനിക്ക് പടച്ചോൻ തന്നിട്ടില്ല, എനിക്ക് തന്നിട്ടില്ല. അൽഹംദുലില്ലാ, നിങ്ങൾക്ക് തന്നിട്ടില്ല. തന്നവര് കൽബുരുകിയിട്ട് പറയാ, നിങ്ങളൊന്ന് ആമീൻ പറയുമെന്ന് അവര് ചോദിക്കുന്നത്. അള്ളാഹു ശിഫ കൊടുക്കട്ടെ. അവർക്കതാ വേണ്ടത്. കാരണം ആദരവായ പരിശുദ്ധ പ്രവാചക തിരുമേനി നബി മുഹമ്മദ് മുസ്തഫ, ഒന്ന് പറയും മുഹമ്മദ് മുസ്തഫ, പരിശുദ്ധ പ്രവാചകരെപ്പോഴും പ്രാർത്ഥിക്കുന്ന ദുആ ഞാൻ എപ്പോഴും അനുസ്മരിക്കുന്നതാണ്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക. എപ്പോഴും റബ്ബ് റസൂലുള്ള ദുആയിൽ റബ്ബേ ഈ ചെയ്തു തന്ന അനുഗ്രഹം ഉണ്ടല്ലോ അത് നീങ്ങിപ്പോകരുതേ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിന് ചെയ്ത അനുഗ്രഹം എന്താന്ന് തിരിയണമെങ്കിൽ ചെയ്ത ഒരു അനുഗ്രഹം റബ്ബ് നമുക്ക് നഷ്ടപ്പെടുത്തി നോക്കണം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തന്ന അനുഗ്രഹം ഒന്ന് നഷ്ടപ്പെടുത്തി നോക്കണം. അതെന്താ? ഇപ്പോ മെനിയാന്ന് രാവിലെ വളരെ ഗൗരവത്തോടെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയിട്ട് ആ ക്യാഷ് തരേണ്ട ഡേറ്റ് ആയപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, പൈസ ഇന്ന് തരാൻ പറ്റൂല. നിങ്ങൾ ആലോചിക്കണേ, പൈസ ഇന്ന് തരാൻ പറ്റൂല. അതെന്തേന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ ഭാര്യക്ക് നേരം വെളുത്തിട്ട് മൂത്രം പോണില്ല. നേരം വെളുത്തിട്ട് മൂത്രം, ഇത് ഡെയിലി സുഖമായിട്ട് ഒഴിക്കണോണ്ട് ഇതിന്റെ പ്രയാസം അറിയണമെങ്കിൽ അത് നിന്ന് നോക്കണം. അല്ലാഹു കാക്കട്ടെ. സ്ത്രീകളുടെ ഭാഗത്ത്
വല്ലാതെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വോളണ്ടിയേഴ്സ് പറയുന്നത് സ്ത്രീകൾ അനുസരിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകളെ, ഇത് സ്വയം നിയന്ത്രിതരാകാതെ വഴിയില്ല. കാരണം നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച് വളരെയധികം ആളുകൾ ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ആ പറയുന്ന വോളണ്ടിയേഴ്സ് നിങ്ങളെക്കാളേറെ പ്രായപക്വതയുടെ പിറകിൽ ആ കാര്യത്തിൽ പിറകിലാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അവരോടൊന്ന് സഹകരിക്കണം. നിങ്ങൾ സ്വയം ഓരോരുത്തരും ഒരു വോളണ്ടിയറായി ഇതൊരു ദീനിൻ്റെ പരിപാടിയാണ് എന്ന് കരുതിയിട്ട് നിങ്ങളൊന്ന് സഹകരിക്കണം. ദയവ് ചെയ്ത് കസേരകളിൽ പലപ്പോഴും ഇവിടെ മുന്നിലൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന കസേരയുണ്ട്. കുറേ ആളുകളെല്ലാം ബേക്കിൽ പെട്ടെന്ന് പോകാമെന്ന് കരുതിയിട്ട് കുത്തിരിക്കുന്ന ആളുകളെല്ലാം ഉണ്ടാവും. ഒന്ന് ദയവ് ചെയ്ത് മുന്നിലേക്ക് കയറിയിരുന്ന് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകർ ദുആ ചെയ്യുന്നത് ആ അനുഗ്രഹങ്ങൾ നിലനിർത്തി തരണേ എന്നാണ്. ആ അനുഗ്രഹങ്ങൾ നിലനിർത്തി തരണേ എന്ന് പറയുമ്പോ ഞാൻ ഈ മജ്ലിസിൽ നിന്ന് ആദ്യമായി അനുസ്മരിക്കുന്ന ഒരു വ്യക്തി, ചതുർദിന മതപ്രഭാഷണം കഴിഞ്ഞ വർഷം സംഘടിപ്പിക്കപ്പെട്ടപ്പോ ആലോചിക്കണേ കഴിഞ്ഞ വർഷം സംഘടിപ്പിക്കപ്പെട്ടപ്പോ കഴിഞ്ഞ വർഷം ഇതേ വേദിയിൽ ഇവിടെ വെച്ച് മതപ്രഭാഷണം സംഘടിപ്പിക്കപ്പെട്ടപ്പോ ഒന്നാമത്തെ ദിവസം സംസാരിക്കേണ്ടത് ഈ വിനീതനായ ഞാനാണ്. ചാലിയത്തൊരു പരിപാടി ഉണ്ടാകുമ്പോ ഒരുമ്മയെപ്പോലെ സ്നേഹിച്ച്, ഒരുമ്മയെപ്പോലെ ലാളന തന്ന്, പിതാവില്ലെങ്കിലും ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്നിട്ട് എപ്പോഴും ഊർജവും ധൈര്യവും തന്ന ഒരു ഉമ്മയുണ്ടായിരുന്നു, മൈമൂന. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. ഒന്നുറക്കപ്പറ, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഞാനിതൊരു ആലങ്കാരികതയ്ക്ക് വേണ്ടി പറയല്ല. ആ പരിപാടി ഇവിടെ വെച്ചപ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ എന്റെ മനസ്സിങ്ങനെ ആശങ്കപ്പെടാണ്. പടച്ചോനെ, മിംസ് ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റ് എല്ലാം ചെയ്തു വന്നിട്ടുണ്ട്. രോഗിയാണ്, വല്ലാത്ത ക്ഷീണത്തിലാണ്, കിടക്കുന്ന കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും വയ്യ എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും ഈ മജ്ലിസ് നഷ്ടപ്പെടുത്തുമ്പോ അതിന്റെ സങ്കടം കൊണ്ട് കരഞ്ഞു പോകുമല്ലോ എന്ന് കരുതിയിട്ട് നേരെ വീട്ടിൽ ചെന്നിട്ട് ആ വിനീതയായ ഉമ്മയോട് ചോദിച്ചു, ഒന്ന് വണ്ടിയിലിരുന്നാൽ മതി, ആ ദുആയിലെങ്കിലും പങ്കെടുക്കാമല്ലോ. കഴിഞ്ഞ വർഷത്തെ കഥയെ പറ. കഴിഞ്ഞ വർഷത്തെ വന്നു, കാറിൽ അവിടെ ഇരുന്നു, ചില്ല് താത്തിക്കൊടുത്തു, ബേക്കിലിരിക്കുക കാറിൽ. ഈ പള്ളിയുടെ സുൽത്താൻ പള്ളിയുടെ മുകളിൽ ഷീറ്റിടണം. അതിന് സിറാജ് ഫൈസി ഇവിടുത്തെ ചെറുപ്പക്കാർ അള്ളാഹു സ്വീകരിക്കട്ടെ. ആ മക്കൾ കഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞ വർഷം നടത്തിയ പരിപാടിയാ സത്യത്തിൽ ഇതിന്റെ പ്രചോദനം. ആ പള്ളിക്ക് ഷീറ്റിടണം, 4 ലക്ഷം റുപ്യ കിട്ടുമോന്ന് ചോദിച്ചാൽ അന്തം വിട്ടിട്ട് പരിപാടി നടത്തിയിട്ട് അവസാനം ജലീൽ റഹ്മാനി പിരിക്കുമ്പോൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ മതി, പൈസ ഓവർ ആയിക്കിന് നിർത്തിക്കാളാന്ന് പറഞ്ഞു. അത്രയും കഷ്ടപ്പെട്ടു. അള്ളാഹു അവർക്ക് കൂലി കൊടുക്കട്ടെ. ഒന്ന് ആമീൻ പറ, പടച്ചോൻ കൂലി കൊടുക്കട്ടെ. ഒന്ന് ആലോചിച്ചു. അപ്പൊ ആ പ്രഭാഷണത്തിന്റെ അന്ന് രോഗം സ്ഥിരീകരിച്ച് വന്നിട്ട് കുത്തിരിക്കുമ്പോൾ ആദ്യമായിട്ട് പ്രസംഗിക്കണത് ഞാൻ. അതുകൊണ്ട് പിരിവ് ചോദിക്കുക, ഈ പള്ളിക്ക് ഷീറ്റിടാൻ ആരെങ്കിലും എന്തെങ്കിലും തരുമോയെന്ന് ചോദിക്കുമ്പോൾ സത്യത്തിൽ വിരൽ പോലും പൊന്തണില്ല. ഞാൻ ആ ചിത്രം ഇങ്ങനെ ആലോചിച്ച് നോക്കുക. വിരൽ പോലും ഇങ്ങനെ നോക്കിയിട്ട് ഉയർത്താൻ ആരോഗ്യപരമായി ക്ഷീണിച്ചിട്ട് പോലും ആദ്യത്തെ സംഭാവന ഈ പള്ളിക്ക് തരാൻ മനസ്സ് കാണിച്ച ബീവി മൈമൂന ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട്. 6 അടി മണ്ണിലാണ്. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇവിടെ യുവത്വമാണ് ചർച്ചയെങ്കിൽ ആലോചിക്കണം സഹോദരന്മാരെ. ഈ ലോകത്തു നിന്ന് മരിച്ചു പോകുമ്പോ ഒരു ചുക്കും ഒന്നും കൊണ്ടുപോകൂല. ലോക ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. ചരിത്രം അങ്ങനെയാണ് അദ്ദേഹത്തെ വിളിച്ചത്. അദ്ദേഹത്തെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് വിളിക്കേണ്ടി വന്നത്? അലക്സാണ്ടറിന് പണി രാജ്യങ്ങൾ മുഴുവൻ വെട്ടിപ്പിടിച്ച് അധികാരത്തിന്റെ കോട്ടകൊത്തളങ്ങൾ സ്ഥാപിച്ച് അതിൽ സുഖലോലുപനായി ജീവിക്കലാണ് അലക്സാണ്ടർ. രാജ്യങ്ങളുടെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് അധിനിവേശം നടത്തിയ അലക്സാണ്ടർ. ആ അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യ രാജ്യത്തെ കീഴടക്കാൻ വന്നപ്പോഴാണ് രോഗബാധിതനായി വീണുപോയത്. അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ കീഴടക്കുമ്പോ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ സ്വന്തം അമ്മയെ കാണാൻ
നിങ്ങൾ വലത്തോട്ട് നോക്കിയാൽ സംഭവം നടക്കില്ല, ഒന്ന് ഇങ്ങോട്ട് നോക്കിയാൽ അവിടെ വണ്ടിയെല്ലാം വരും, ഒന്ന് ഇങ്ങോട്ട് നോക്കി അഡ്ജസ്റ്റ് ചെയ്യും. എനിക്കത് സംസാരിക്കണ്ടേ, നിങ്ങളെ മുഖം നല്ല പ്രസാദം അല്ലെങ്കിൽ പിന്നെ അണ്ണാക്കുന്നൊന്നും വരൂല, അതുകൊണ്ടാണ്. ഒന്ന് സഹകരിക്കും. അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹം അധീനപ്പെടുത്തിയ കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് സ്വന്തം അമ്മയെ കാണാൻ പോകണമെങ്കിൽ കൊട്ടാരത്തിൻ്റെ അകത്ത് കുതിരപ്പുറത്ത് 24 മണിക്കൂർ സഞ്ചരിക്കണമെന്ന ചരിത്രം പറഞ്ഞത്. എത്ര മണിക്കൂർ? 24. സ്വന്തം കൊട്ടാരം. അങ്ങനെ പുരണ്ടാക്കിയവരില്ലേ നമ്മളെ കൂട്ടത്തില്? അങ്ങനെ വീടുണ്ടാക്കിയവരില്ലേ നമ്മളെ കൂട്ടത്തിൽ? ആലോചിക്ക. അങ്ങനെ വീടുണ്ടാക്കിയവരില്ലേ? വീട്ടിന്റെ അടുക്കളയിൽ നിന്ന് കൊലായിക്ക് പോകണമെങ്കിൽ ഓട്ടോറിക്ഷ വിളിക്കേണ്ട അവസ്ഥയുള്ള വീടുകളുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തല്ല. വീട്ടിന്റെ കൊലായിൽ നിന്ന് അടുക്കളയിലേക്ക് പോകണമെങ്കിൽ വീട്ടിൽ ഓട്ടോറിക്ഷ വിളിക്കേണ്ട വീടുകൾ, അനുഭവ സമ്പത്തുണ്ട്. ഇത് വെറുതെ പറയുന്നല്ല, അത്രയും വലിപ്പമുള്ള വീടുകൾ പണിത ആളുകളുണ്ട്. അലക്സാണ്ടർ വീട് പണിതു, കൊട്ടാരം പണിതു. ആ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ നൊന്തുപറ്റ മാതാവിനെ കാണണമെങ്കിൽ 24 മണിക്കൂർ കുതിരപ്പുറത്ത് സഞ്ചരിക്കണം. അപ്പൊ പെറ്റ മാതാവിനെ ഇടക്കിടക്ക് മോനെ കാണാൻ ഒരു പൂതി ഉണ്ടാവുമല്ലോ. പെറ്റ മോന് മാതാവിനെ അമ്മയ്ക്ക് മോനെ കാണാൻ പൂതി ഉണ്ടാവുമല്ലോ. ഇടക്കിടക്ക് അലക്സാണ്ടറിന് എഴുത്ത് വിടും, മോനെ ഒന്ന് ഈ അമ്മയെ കാണാൻ വരുമോ പൊന്നുമോനെ. അലക്സാണ്ടറിന് ലെറ്റർ കിട്ടും. അലക്സാണ്ടർ എന്ത് ചെയ്യും? ഉമ്മമാര് കേൾക്കണം. മക്കളെ എത്രയായാലും ഇന്നലെ ആ വിഷയം അവിടെ കൈകാര്യം ചെയ്തല്ലോ അല്ലേ? ആ വിഷയം ഇന്നലെ നമ്മൾ കൈകാര്യം ചെയ്തു. ഉമ്മ എന്ന് പറയുന്ന വിഷയത്തിന്റെ ഗൗരവം അതാണ്. മക്കളെ ഒന്ന് കണ്ടു കിട്ടിയാൽ മതി. എൻ്റെ മോനൊന്ന് കണ്ടാൽ മതി എന്ന് പറയുന്ന ഉമ്മമാരായിപ്പോ. അങ്ങനെ ആയി ലോകം. എൻ്റെ മോനൊന്ന് കണ്ടാൽ മതി, എനിക്ക് സന്തോഷമായി, ഓനൊന്ന് അതിലെ വന്ന് പോയാൽ മതി. അങ്ങനെ പോലും നമ്മളെ ബന്ധങ്ങൾ തകരുന്ന ലോകത്ത് അലക്സാണ്ടറിന് എഴുത്തു കൊടുത്തു വിട്ടു. ആര്? സ്വന്തം അമ്മ. എന്താ കൊടുത്തത്? ഒന്ന് എന്നെ വന്ന് കാണുമോ നീ, എനിക്ക് കാണാൻ കൊതിയുണ്ട്. അലക്സാണ്ടറിന് അതിന് കൊടുത്ത റീപ്ലേ ലോക ചരിത്രത്തിൽ വല്ലാത്ത ഒരു സംഭവമാണ്, വല്ലാത്ത ഒരു വാക്കാണ്. അദ്ദേഹം എഴുതി കൊടുത്തത്, അമ്മേ ഒരു രാജ്യം കൂടി, ഒരു രാജ്യം കൂടി, ഒരു രാജ്യം കൂടി. എന്താ ഒരു രാജ്യം കൂടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അർത്ഥം പറ, എന്താ അർത്ഥം? ഒരൊറ്റ രാജ്യം കൂടി ഞാൻ എന്ത് ചെയ്യട്ടെ? കീഴടക്കട്ടെ. അലക്സാണ്ടറിന് മതിയാകണില്ല. അധികാരത്തിന്റെ അധീശത്വത്തിന്റെ നിയന്ത്രണ ചെങ്കോലെന്തിട്ട് അലക്സാണ്ടർ പറഞ്ഞു, അമ്മേ ഒരു രാജ്യം കൂടി, അതിനെ വെട്ടിപ്പിടിച്ചിട്ട് അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ വരാം. അലക്സാണ്ടർ വെട്ടിപ്പിടിക്കാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടു. അവസാനം അമ്മയെ കാണാൻ കഴിഞ്ഞില്ല. കാലഘട്ടങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഇന്ത്യയിൽ വന്നപ്പോഴാണ് അലക്സാണ്ടറിന് രോഗം ബാധിച്ചത്. നിങ്ങൾ കേൾക്കണം ഈ കഥ. കൊട്ടാര സമാനമായ വീട് പണിതവരുണ്ടെങ്കിൽ ആലോചിക്കണം. അമ്പരചുംബികളായ കെട്ടിടത്തിന്റെ ശീതീകരിച്ച റൂമുകളിൽ കിടന്നുറങ്ങുന്നവരുണ്ടെങ്കിൽ പുനർവിചിന്തനം നടത്തണം. അലക്സാണ്ടർ ഇന്ത്യയിൽ വന്നു. രോഗബാധിതനായി കിടന്ന ഏറ്റവും വിലപിടിപ്പുള്ള മുത്തും പവിഴവും മാണിക്യവും ചേർത്തുണ്ടാക്കിയ മണിമഞ്ചലിൽ കിടന്നിട്ട് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ദൈവത്തെ വിളിച്ചു, മൈ ഗോഡ്. എന്താ ദൈവത്തെ വിളിക്കാനുള്ള കാരണം എന്താണ്? ഡോക്ടർമാര് പരിശോധിച്ചിട്ട് പറഞ്ഞു, അലക്സാണ്ടർ, ഘടികാരത്തിന്റെ പെൻഡുലം 8 മണിക്കൂർ കഴിഞ്ഞാൽ അത് വീഴും. അത് വീണാൽ നിങ്ങൾക്ക് ദൈവം തന്ന ആയുഷ്കാല ജീവിതത്തിന് പര്യവസാനം, ശുഭാന്ത്യം. ആരാ ഞെട്ടാതിരിക്കുക? നമ്മളോട് ഇന്നൊരു ഡോക്ടർ വിളിച്ചിട്ട് പറയാ, 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾ മരിക്കും, ഒരു 8 മണിക്കൂറാ നിങ്ങൾക്ക് ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ആഗ്രഹം എന്താ? ഇപ്പൊ എന്നോടാ പറയണത്. ഡോക്ടർ പറയാ, ഈ ഇപ്പം മരിക്കും, 1 മണിക്കൂറേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഡോക്ടറോട് പറയാ, എന്താ പറയാ? ഞാൻ കാസർകോട്ടുള്ള ഡോക്ടറെ, എനിക്ക് എൻ്റെ വീട് വരെ ഒന്ന് പോകണം. അതെന്തിനാ? എൻ്റെ മോനൊന്നിക്ക് കണ്ടാൽ മതി, അല്ല എൻ്റെ ഉമ്മനൊന്നിക്ക് കണ്ടാൽ മതി, എന്നിട്ട് നിങ്ങൾ എന്നെ മരിപ്പിച്ചോളി. ആരാണ് ആ റിക്വസ്റ്റിന് ഇവിടെ കാത്തിക്കുക? അലക്സാണ്ടർ റിക്വസ്റ്റ് കൊടുത്തു, എടോ ഘടികാരത്തിന്റെ പെൻഡുലത്തിൽ 8 മണിക്കൂർ അടർന്നു വീണാൽ ഞാൻ മരിച്ചു വീടുമെന്നോ? അവര് പറഞ്ഞു, അതെ, നിങ്ങൾ മരിച്ചു വീഴും. അലക്സാണ്ടർ മരിച്ചു വീഴുമെന്ന് പറഞ്ഞപ്പോ അലക്സാണ്ടർ അവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഞാൻ കിടക്കുന്ന മുത്തും പവിഴവും മാണിക്യവും ചേർത്ത് വെച്ച ഈ മണിമഞ്ചല് നിങ്ങൾക്ക് ഞാൻ നൽകാം. ഇത് ഞാൻ നിങ്ങൾക്ക് നൽകാം. ഈ മണിമഞ്ചൽ എനിക്ക് തന്നെ നിങ്ങൾക്ക് നൽകാം. അതെന്തിനാണ്? എനിക്ക് വേണ്ടത് ഒരു 24 മണിക്കൂർ നിങ്ങൾ തരണം. ആലോചിച്ച് നോക്കണം, 24 മണിക്കൂറിന്റെ ബല. കിടക്കണ വിലപിടിപ്പുള്ള മണിമഞ്ചല് ഞാൻ ഗിഫ്റ്റ് നൽകാം. എന്താ നിങ്ങൾക്ക് വേണ്ടത്? 24 മണിക്കൂറാ വേണ്ടത്. 24 മണിക്കൂറാ വേണ്ടത്. അലക്സാണ്ടറിനോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾക്ക് 24 മണിക്കൂർ?
എത്രയോ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഒന്ന് കാണാൻ കൊതിയുണ്ടെന്ന് വാ. ആ അമ്മയോട് ഞാൻ കൊടുത്ത റീപ്ലൈയുണ്ട്, അമ്മേ ഒരു രാജ്യം കൂടി. ഞാൻ അങ്ങനെ വെട്ടിപ്പിടിച്ച രാജ്യങ്ങൾ മുഴുവൻ ഞാൻ നിങ്ങൾക്ക് പകുത്തു നൽകാം. എനിക്ക് വേണ്ടത് 24 മണിക്കൂറാണ്. വെട്ടിപ്പിടിച്ച കെട്ടിപ്പൊക്കിയ ഇമേജുകൾ മുഴുവനും ഞാൻ നിങ്ങൾക്ക് നൽകാം. എനിക്ക് വേണ്ടത് 24 മണിക്കൂറാണ്. നൊന്തുപെറ്റ മാതാവിനെ ഒന്ന് പുഞ്ചിരിയോടെ കണ്ടിട്ട് കണ്ണടക്കാൻ അലക്സാണ്ടർ എന്ന ലോകം മടക്കി ഭരിച്ച ചക്രവർത്തി തേടിയത് 24 മണിക്കൂറാണ്. അവരെന്തേ പറഞ്ഞത്? പറ്റൂല. സാമ്രാജ്യം പകുത്തല്ല, മുഴുവൻ തന്നാലും പറ്റൂല. ഇത് ദൈവത്തിന്റെ കയ്യിലാണ്. ആ അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുമെന്നുറപ്പായപ്പോ തന്റെ ശിഷ്യരെ വിളിച്ചിട്ട്, ഭൃത്യരെ വിളിച്ചിട്ട് പറഞ്ഞ വാക്ക് ലോക ചരിത്രത്തിലെ കൗതുക വാക്കാണ്. എന്താ പറഞ്ഞറിയോ? ഞാൻ മരിച്ചു പോകുമ്പോ, നിങ്ങൾ കേൾക്കുണ്ടോ? മരിച്ചു പോകുമ്പോ എന്റെ രണ്ട് കൈ എടുത്തിട്ട് മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുമ്പോ, ശവമഞ്ചല് കൊണ്ടുപോകുമ്പോ എടുത്ത് പുറത്തേക്കിട്ടേക്കണം, ജനങ്ങൾ കാണുന്ന വിധം തൂക്കിയിട്ടേക്കണം എന്ന് പറഞ്ഞു അലക്സാണ്ടർ ദ ഗ്രേറ്റ്. മുസ്തഫ മാഷ നല്ലടത്തുനിന്ന് വരികയാണ് സാധു, കാഴ്ച ശക്തിയില്ല, അള്ളാഹു ഹൈറ് കൊടുക്കുമാറാകട്ടെ. അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, എനിക്ക് വേണ്ടത് ഒരു 24 മണിക്കൂർ, അത് തരാൻ പറ്റൂലെന്നു. അപ്പൊ പറഞ്ഞു, ഇന്നാ ഞാൻ മരിച്ചു പോകുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തേക്കാം, അതേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, 2 കൈ എടുത്തിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇട്ടേക്കണം. അതെന്തിനാണ് ചക്രവർത്തി 2 കൈ എടുത്ത് പുറത്തിടുന്നത്? ചക്രവർത്തി പറഞ്ഞു, മോനെ, കാലഘട്ടത്തിന്റെ ദിഗന്ധങ്ങളെ ഭേദിച്ചുകൊണ്ട് ദിക്കുകൾ 8 ഞാൻ ഓടി നടന്നിട്ട് ഞാൻ കെട്ടിപ്പൊക്കിയ ഇമേജോ, കെട്ടിപ്പൊക്കിയ മിനാരങ്ങളോ, കെട്ടിപ്പൊക്കിയ കൊട്ടാരങ്ങളോ ഒന്നും എനിക്ക് 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോകാൻ ഒക്കില്ല. ലോകം മടക്കി ഭരിച്ച അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഒന്നുമില്ലാതെയാണടാ ഈ രാജ്യം വിട്ടുപോയത് എന്ന് ലോകം കാണട്ടെ എന്ന് പറഞ്ഞു അലക്സാണ്ടർ. ആലോചിക്കുക, ഇതൊക്കെ കൊണ്ടുപോകും. എന്തെന്നറിയോ? പള്ളിക്കോ മദ്രസക്കോ വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകും. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അങ്ങനെ കൊണ്ടുപോകും. അത് ജാരിയായ സ്വതക്കയാണ്. അത് മദ്രസക്കോ പള്ളിക്കോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. അത് അള്ളാഹു നമുക്ക് തരും. വേറെ ഒന്നും കൊണ്ടുപോകില്ല. 3 കാര്യങ്ങൾ എവിടെ ഇട്ടേച്ച് പോകും. അതിലൊന്ന് സ്വതക്കയാണ്, ഒന്ന് ജാരിയായ സ്വതക്കയാണ്, 2 മക്കളാണ്, നല്ല മക്കൾ. ഇത് രണ്ടും കിട്ടിയിട്ടില്ലേ പിന്നെ ദുനിയാവിലെ ജീവിതം എന്താണ്? ഇത് രണ്ടും കിട്ടിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഈ അലക്സാണ്ടറിന്റെ വാക്കിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് പറയാൻ, അലക്സാണ്ടറിന്റെ അധികാരത്തിന്റെ അഹങ്കാരത്തിന്റെ വാക്ക് ചെല്ലേണ്ടത് പരിശുദ്ധ ഖുർആനിലെ വചനമുണ്ട്, ലാ തംശി ഫിൽ അർളി മറഹൻ. ഭൂമിയിൽ നടക്കുമ്പോൾ അഹങ്കരിക്കരുത്. ലാ തംശി ഫിൽ അർളി മറഹ. ഭൂമിയിൽ നടക്കുമ്പോൾ അഹങ്കരിക്കരുത്. എന്തേ കാരണം? ഇന്നക ലൻ തഖ്രികൽ അർള. നിനക്ക് ഭൂമിയെ പിളർത്താനൊന്നും കഴിയില്ലെന്ന് വിശുദ്ധ ഖുർആൻ. ആ വാക്കിന്റെ അർത്ഥം ഒന്ന് നോക്ക്. ഭൂമിയിൽ മനുഷ്യൻ അഹങ്കരിക്കുക, അന്റെ അഹങ്കാരം കൊണ്ട് ഭൂമിയെ പിളർത്താനൊക്കില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. ഇനിയോ വലൻ തബ്ലു അൽ ജിബാല തുലാ. പർവ്വതത്തോളം നിനക്ക് ഉയരാൻ കഴിയില്ലെന്നും വിശുദ്ധ ഖുർആൻ. അപ്പൊ താഴ്മയോടെ ജീവിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ജീവിച്ച ഒരു മഹാന്റെ നഗരിയിലല്ലേ നമ്മളുള്ളത്, സൈനുൽ ഉലമ. ആ മഹാന്റെ അനുസ്മരണ ചടങ്ങിലല്ലേ, ആ നഗരിയിലല്ലേ നമ്മളുള്ളത്. താഴ്മയോടെ ജീവിച്ച സൈനുൽ ഉലമ. ആ സൈനുൽ ഉലമയുടെ ഓർമ്മകൾ തിങ്ങി നിറയുമ്പോ നാം ആലോചിക്കണം, നമ്മൾ ഈ മണ്ണ് വിട്ടു പോകുമ്പോ നമുക്ക് എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ ബാക്കിയുണ്ടാകണം. ഞാൻ ആലോചിച്ചു പോകുന്നത്, ഈ നഗരിയിൽ ഓർത്തെടുക്കേണ്ട ചില പേരുണ്ട്. ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന മൈമുനത്ത ഇവിടെ ഇല്ല. അതേപോലെ ഒട്ടനേകം ആളുകൾ, നമ്മുടെ കൂടെ പഠിച്ചെത്ര ആളുകളാ മരിച്ചുപോയത്. വിഷയം ഇന്ന് യുവത്വമാണ്. നിഅമതാനി മഅബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്ഹതു വൽ ഫറ. ഒഴിവ് സമയം, വെക്കേഷൻ ഒരു മനുഷ്യന്റെ അപജയത്തിന് കാരണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരോഗ്യം അതൊരു മനുഷ്യന്റെ അപകടമാണ് എന്ന് ത്വഹ റസൂലുള്ളാഹി. ഈ 2 അനുഗ്രഹങ്ങളിലും മനുഷ്യൻ വഞ്ചിതനാണ്. ഇത് പ്രവാചകന്റെ വാക്കാണ്. ആ യുവത്വത്തിലാണ് മനുഷ്യനുള്ളതെങ്കിൽ ഒന്നാലോചിക്ക്,
നമ്മുടെ നാട്ടിൽ നിന്ന് നടന്നു വീണ് പൊലിഞ്ഞു പോയ എത്ര യുവമിഥുനങ്ങൾ നമ്മുടെ മനസ്സിലേക്കൊന്ന് നമ്മൾ ഓർത്തെടുത്തു നോക്ക്. അസ്കർ എന്ന് പറയുന്ന സഹോദരന് വേണ്ടി ഇന്നലെ ഉമ്മ ദുആ ചെയ്യാൻ തന്നില്ലേ? സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വളരെ ചെറുപ്പത്തിൽ നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോയ അസ്കർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇപ്പോ ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ എന്നെ പോലെ ഒരു വലിപ്പത്തില് ഒരു 10-30 വയസ്സിന്റെ പ്രായപക്വതയില് ആ കുട്ടി ഇങ്ങനെ ഉണ്ടാകും. ആ കുട്ടിയുടെ ഉമ്മ ഇപ്പൊ ഇവിടെ ഇരുന്ന് വിതുമ്പുകയാണ്. ഇന്നലെ 5 ചാക്ക് സിമന്റ് തന്നിട്ട് പറഞ്ഞു, നാളെ വിഷയം യുവത്വമാണ്, എന്റെ മകനെ വന്ന് ആലോചിക്കണമേ എന്ന്. അള്ളാഹു പരിപൂർണമായി ആ കുട്ടിയോടൊപ്പം ആ ഉമ്മയെ അള്ളാഹു സ്വർഗലോകത്ത് അനുഗ്രഹിച്ച് ചേർക്കുമാറാകട്ടെ. ഒന്നാമീൻ പറ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ചാലിയത്ത് ഫോറസ്റ്റിൽ മീൻ കയറ്റി നിൽക്കുന്ന ബാബു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഫോറസ്റ്റിൽ അന്ന് ഫുട്ബോൾ കളി കുട്ടികൾ കളിക്കുകയാണ്. ആ കളി കണ്ട് തിരിച്ചു പോകുമ്പോൾ മീന് ലോഡുമായിട്ട് പോകാൻ ഇങ്ങനെ നിൽക്കുകയാണ് ബാബു എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട കമ്മദ് കുട്ടിക്കാക്കയുടെ മകൻ ബാബു, ഫൈസലിന്റെ ജ്യേഷ്ഠൻ, റിയാസിന്റെ ജ്യേഷ്ഠൻ. ആ ബാബു ഇങ്ങനെ നിൽക്കുകയാണ്, ലോറിയുടെ അരികിൽ ഇങ്ങനെ നിൽക്കുകയാണ്. തിരിച്ചു വീട്ടിലേക്ക് ചെല്ലുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ഒരു സഹോദരി ഓടി വന്നിട്ട് വീട്ടിൽ പറഞ്ഞു, നിന്റെ ഫൈസൽ എന്ന് പറയുന്ന സഹോദരന്റെ ആ ചങ്ങാതിയുടെ ഏട്ടൻ മരിച്ചിട്ടുണ്ട്. ബാബു വിശ്വസിക്കാൻ കഴിയണില്ല, ഇവിടുന്ന് കൈ കൊടുത്തിട്ടാ പോയത്. എന്താ കേൾക്കുന്നത്? പുക്കിപ്പറമ്പിൽ ലോറി മറിഞ്ഞിട്ട് മരണപ്പെട്ടിരിക്കുന്നു. ആ സഹോദരന്റെ ജ്യേഷ്ഠാനുജന്മാർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. യുവത്വത്തിൽ പൊലിഞ്ഞു പോയ ആ പൊന്നുമോന് അള്ളാഹു പഞ്ചവർണ്ണ കിളിയെ പോലെ സ്വർഗലോകത്ത് പാറിപ്പറക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അനുസ്മരിക്കുകയാണ് ഈ സദസ്സ്, ഓർത്തെടുക്കുകയാണ്. അഞ്ചുടിക്കൽ അഷ്റഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിൽ നിന്ന് മറമണഞ്ഞു പോയതാണ്. കടുക്ക കല്ലുമ്മക്കായ പറിക്കാൻ കടലിൽ പോയ ആ പൊന്നു ചെറുപ്പക്കാരൻ അഷ്റഫ് എന്ന് പറയുന്ന ദീനീ സ്പിരിറ്റുള്ള ഇബാദത്തുകളിൽ സദാ ധ്യാനനിരതനായ നല്ല ഒരു ചെറുപ്പക്കാരൻ ഈ മണ്ണിൽ നിന്ന് വിട പറഞ്ഞു പോയത് മറക്കാൻ നമ്മുടെ പ്രദേശത്തുകാർക്ക് കഴിയില്ല. ആരിഫ് എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആബിദിന്റെ അനിയൻ ആരിഫ് എന്ന് പറയുന്ന പൊന്നുമോൻ ലോകത്തു നിന്ന് വിട പറഞ്ഞു. അവരെയൊക്കെ ആലോചിച്ചൊരു പക്ഷേ ആ ഉമ്മ കണ്ണുനീർ പൊഴിക്കുന്നുവെങ്കിൽ സർവശക്തനായ അല്ലാഹ് അവരെയോടൊപ്പം ഇവയെ മാതാപിതാക്കളെ പോലും നീ സ്വർഗത്തിൽ ചേർത്തണേ എന്ന് പ്രാർത്ഥിക്കാനാണ് ഈ മജ്ലിസിന്റെ ഒരു കളമൊരുക്കിയത്. അങ്ങനെ എത്ര ആളുകൾ. സിറാജ് വടക്കകത്ത് ഞാനിത് വായിക്കുമ്പോ എന്നേക്കാളേറെ നിങ്ങളുടെ മുഖങ്ങളിൽ, നിങ്ങളുടെ മനസ്സിൽ ആ മുഖങ്ങൾ തെളിയുമെന്നറിയാം. വടക്കകത്ത് സിറാജ്, അലിയുടെ അനിയൻ, അങ്ങനെ തന്നെ പരിചയപ്പെടുത്തട്ടെ. ആ സിറാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇന്നൊരു 30 വയസ്സായി നമ്മുടെ മുമ്പിൽ ഓടി നടക്കേണ്ട സിറാജ്, അവനും മരിച്ചുപോയത് യുവത്വത്തിലാണ് എന്ന് നമ്മൾ മറഞ്ഞു പോകരുത്. അങ്ങനെ എത്രയാള് നമ്മുടെ തൊട്ടപ്പുറത്ത് ഫാറൂഖ് പള്ളിയുടെ ചാരെ ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ പേരിൽ ചിലപ്പോ ഹുസൈനോ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആകുന്നത് കൊണ്ട് അതിൽ വല്ല വൈകല്യവും വന്നാൽ നിങ്ങൾ പുറത്തേക്കണം. നമ്മൾ വളരെ സ്നേഹത്തോടെ കണ്ടിരുന്ന ആ ചെറുപ്പക്കാരന് മൺമറഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. അതോടൊപ്പം സിദ്ദീഖ് പള്ളിയുടെ ആ ചാരേ ജീവിച്ചിരുന്ന വളരെ സൗമ്യനായ ഒരു ചെറുപ്പക്കാരൻ TC മുജീബ് എന്ന് പറയുന്ന വളരെ സൗമ്യനായ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹവും ഈ ലോകത്തു നിന്ന് വളരെ ചെറുപ്പത്തിലാണ് ഈ ചാലിയത്തിന്റെ മണ്ണിൽ നിന്ന് മൺമറഞ്ഞു പോയത്. വടക്കകത്ത് സാജു, അതേപോലെ തന്നെ മോസക്കുട്ടിയടത്ത് നസീമ എന്ന് പറയുന്ന സഹോദരി, ഈ അടുത്തല്ലേ ചാലിയത്ത് ബസ്സിൽ നിന്ന് വീണ് പരിക്ക് പറ്റി നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയത്. അതേപോലെ ആലിപ്പാത്ത് ഹംസക്കോയക്കയുടെ മകൻ അയ്യൂബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അവരൊക്കെ മൺമറഞ്ഞത് നമ്മുടെ മനസ്സിന്റെ മന്ത്രങ്ങളിൽ നിന്ന് മാഞ്ഞു പോയാലും അവരെയൊന്നും ഓർക്കാതെ നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിന് അല്പം സുഖമുണ്ടാകില്ല. മറവിമല്ലാത്ത ആപത്താണ്. അതുകൊണ്ട് മരണത്തെ ഓർത്തെടുക്കാൻ വേണ്ടിയാണ്. അതുപോലെ ജയ്സൽ എന്ന് പറയുന്ന ഒരു സഹോദരന്റെ ജ്യേഷ്ഠൻ PE നൗഫൽ, ആ PE നൗഫൽ സിദ്ദീഖ് പള്ളിയുടെ ചാരത്താണ്. അതുപോലെ തന്നെ പൊക്ലിന്റെ അകത്ത് സലാം എന്ന് പറയുന്ന ഒട്ടനേകം യുവാക്കള്. ഇത് ഞാൻ എന്റെ ഓർമ്മയിൽ നിന്ന് അടർത്തിയെടുത്ത് എന്റെ ചില സുഹൃത്തുക്കളോട് ചോദിച്ച് എഴുതിയുണ്ടാക്കിയ ഒരു ലിസ്റ്റ്, അതല്ലാതെ മറ്റൊന്നുമില്ല. പലരുടെയും പേര് ഞാൻ തന്നെ വിട്ടിരിക്കാം. അതുകൊണ്ട് നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൗഷാദ് ബാക്കവി യുവത്വം എന്ന ഒരു വലിയ വിഷയം ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ അവരൊക്കെ സ്വർഗലോകത്തിൽ ഇത് കേട്ട് സന്തോഷിക്കുന്ന കൂട്ടത്തില്, ആ കൂട്ടത്തിൽ അവരെയൊക്കെ അല്ലാഹു പെടുത്തി കൊടുക്കട്ടെ എന്ന് വളരെ ഗൗരവത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ ഗൗരവത്തോടെ ഒട്ടനേകം ആളുകൾ ഈ സമയത്ത് നമ്മുടെ ഈ പരിപാടി യൂട്യൂബിലൂടെ ഒട്ടനേകം മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുക. വിദേശത്ത് നിന്ന് ചാലിയത്തെ ഈ പരിപാടി അബുദാബിയിൽ നിന്നും, ഷാർജയിൽ നിന്നും, അലൈനിൽ നിന്നും, റാസൽ കൈമയിൽ നിന്നും, ഉമ്മുൽ ഖുവൈനിൽ നിന്നും, ദുബായിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്ന, ഖത്തറിലെ ദോഹയിൽ നിന്ന്
കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സൗദി അറേബ്യയിലെ ജിസാനിലെയും അതുപോലെ തന്നെ റിയാദിലെയും അതുപോലെ തന്നെ ജിദ്ദയിലെയും അങ്ങനെ പല പ്രദേശങ്ങളിലെയും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാന്യരായ ചാലിയത്തെ സത്യവിശ്വാസികൾ ഈ ശബ്ദം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ തമ്പുരാനെ, അവരുടെ ജോലിയിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ അത് കാണാനെങ്കിലും സൗകര്യമൊരുക്കി തരാൻ ഈ സംഘാടകർക്ക് കഴിഞ്ഞു എന്ന ഒരു സന്തോഷം അത് പങ്കുവെച്ചുകൊണ്ട് തന്നെ അവരൊക്കെ ദുആ ചെയ്യാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ പരിപാടി നടക്കുന്നതിന് തൊട്ട് മുമ്പ് സ്വന്തം ഉപ്പ മരിച്ചുപോയി. ആ ഉപ്പാക്ക് വേണ്ടി ഒരു 10 ചാക്ക് സിമന്റ് ഞാൻ സംഭാവന തരാമെന്ന് പറഞ്ഞ് അയൽ ജില്ലയിൽ നിന്ന് ഒരു സഹോദരൻ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങളൊന്ന് ദുആ ചെയ്യണമെന്ന്. അങ്ങനെ ദുആ ചെയ്യാൻ ഒരുപാട് ആളുകൾ, ഒന്നാലോചിച്ചു നോക്ക്, അങ്ങനെ ഒരുപാട് പേര് നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയിട്ടുണ്ട്. ഉപ്പമാർ, ഉപ്പ മരിച്ചവർ ദുആ ചെയ്യാൻ പറഞ്ഞവർ, ഉമ്മ മരിച്ചവർ ദുആ ചെയ്യാൻ പറഞ്ഞവർ, ആങ്ങള ജ്യേഷ്ഠാനുജന്മാര്, സഹോദരി സഹോദരന്മാര്, മക്കള്, കൂട്ടുകാര്, ഉസ്താദുമാര് പലരും മൺമറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കൊതിക്കുന്നത് ഒരു പ്രാർത്ഥന മാത്രമാണ്. നിഷ്കളങ്കമായി അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന ഈ പ്രാർത്ഥിക്കുന്നവനെ നിങ്ങൾ നോക്കാതെ ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു നിഷ്കളങ്കയായ ഒരു ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് പടച്ചറബ് ഉത്തരം കൊടുത്താൽ അതോടെ ഈ മജ്‌ലിസ് മുതല. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഈ മജ്‌ലിസ് പിരിഞ്ഞു പോകുമോ എന്നൊരുറപ്പും നമുക്കില്ല. ഈ മജ്‌ലിസ് പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നൊരാൾക്കും ഉറപ്പില്ല. ഈ ആയുഷ്കാലത്തിൽ ഇനി എത്ര ബാക്കിയുണ്ട് എന്നും ഉറപ്പില്ല. അടുത്ത വർഷം ഇങ്ങനെ ഒരു ചതുർദിന പ്രഭാഷണം ഉണ്ടാകുമോ എന്നും നമുക്ക് ഉറപ്പില്ല. ആയുസ് തന്നവൻ പടച്ച തമ്പുരാനാണ്, വിശപ്പ് തന്നവൻ തമ്പുരാനാണ്, വിശക്കുന്ന വയറിന് വിളമ്പിയതും പടച്ച തമ്പുരാനാണ്. അത് മറന്നു പോകാതെ ആദരവായ പരിശുദ്ധ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് പോലെ പുന്നാര പ്രവാചകന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക, നീ തന്ന അനുഗ്രഹമുണ്ടല്ലോ അല്ലാ, അതിൽ നിന്ന് എനിക്കൊരിക്കലും നീ വിട്ടുവീഴ്ച ചെയ്യാതെ അത് നിലനിർത്തി തരണേ എന്നുള്ള പ്രാർത്ഥന എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്ത് ഈ നാട്ടിൽ നമ്മൾ സൂക്ഷിക്കുന്ന സ്നേഹവും, ഈ നാട്ടിൽ നമ്മൾ സൂക്ഷിക്കുന്ന ഐക്യവും, ഈ നാട്ടിൽ നമ്മൾ കാണിക്കുന്ന സഹകരണവും അത് നിലനിർത്തിക്കൊണ്ട് തന്നെ അഹങ്കാരത്തിന്റെ ലാഭേച്ഛയില്ലാതെ, അഹങ്കാരത്തിന്റെ ലാഞ്ചനയില്ലാതെ 6 അടി മണ്ണിന്റെ ജമ്മിയാണ്, അതാണ് നമ്മൾ കൊണ്ടുപോകുക എന്ന പരമമായ ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഒതുക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് നമുക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് വളരെ വിനീതമായി പറയാനുള്ളത്, ഈ ലോകത്ത് സ്വതക്ക കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത ഒരു പ്രവർത്തനവും ലോകത്തില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ മനോഹരമായ വിരുദോട് അസ്സഖിയു ഖരീബുൻ മിനല്ലാഹ്, ധർമ്മിഷ്ഠനെ കുറിച്ചാണ് പറഞ്ഞത്. ധർമ്മിഷ്ഠനെ കുറിച്ചാണ് ഹദീസ് പറഞ്ഞത്. എന്താണ് ധർമ്മിഷ്ഠൻ? ആരാണ് ധർമ്മിഷ്ഠൻ? അവന്റെ സ്ഥാനം എന്താണ്? അസ്സഖിയു, ധർമ്മിഷ്ഠനെ കുറിച്ച് അവൻ എന്താ പറയുന്നത്? ഖരീബുൻ മിനല്ലാഹ്, അവൻ അല്ലാഹുവിനോടടുത്തവനാ. ധർമ്മിഷ്ഠൻ അല്ലാഹുവിനോടടുത്തവനാ. അവിടെ അവസാനിപ്പിച്ചിട്ടില്ലല്ലോ. ഖരീബുൻ മിനന്നാസ്, അവൻ ജനങ്ങളോടടുത്തവനാ. ധർമ്മിഷ്ഠന്റെ പക്വതയാണ് പറയുന്നത്. ഞാനിതിങ്ങനെ പറയുമ്പോ ആദരണീയനായ അബ്ദുർ റഷീദ് സാഹിബിനെ, നമ്മുടെ കരുവന്തുരുത്തിയുടെ ചാരത്തുള്ള അബ്ദുർ റഷീദ് സാഹിബ് ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ച് സ്നേഹിച്ച് ഈ വേദിയിൽ ഇരുത്തിയത് ഞങ്ങളുടെ ഒരു സങ്കടം പറയാൻ തന്നെയാണ്. വളരെയധികം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ദീനീ സംരംഭങ്ങൾക്ക് വലിയ സഹായം കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു സഹായം ഈ മദ്രസയ്ക്ക്, ഈ നാടിനാവശ്യമുണ്ട്. കാസർകോട്ടെ അന്തിച്ച വളരെ അകലെ നിന്ന് ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ വിനീതമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ സമീർ വടകരയിൽ നിന്ന് വന്നതാണ്, ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ആ ധർമ്മിഷ്ഠരിൽ പെടാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. അത് സ്നേഹത്തിന്റെ ഭാഗമാണ്, അത് അടിച്ചേൽപ്പിക്കലല്ല. കാരണം ഇത് പരിശുദ്ധ പ്രവാചകന്റെ വാക്കാണ്. അസ്സഖിയു ഖരീബുൻ മിനല്ലാഹ്, അവൻ റബ്ബിനോടടുത്തവനാണ്. അവിടെ അവസാനിക്കുന്നില്ലല്ലോ. ഖരീബുൻ മിനന്നാസ്, ജനങ്ങളോടടുത്തവനാണ്. ആദരണീയനായ നാം കാത്തിരിക്കുന്ന ഈ നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമാകാൻ ഉസ്താദ് നൗഷാദ് ബാക്കവി ഇതാ ഈ മണ്ണിലേക്ക്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സഹോദരന്മാരെ, ഇനി അധികരിപ്പിച്ച് സംസാരിക്കില്ല. കാരണം പരമാവധി സമയം ഉസ്താദ് നൗഷാദ് ബാക്കവിക്ക് കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് ഒരു ഗീർവാണ പ്രസംഗം ഭൂഷണമല്ല, അത് ചേരുന്നതല്ല. അതുകൊണ്ട്
അവസാനിപ്പിക്കുകയാണ്. ഞാൻ അടിവരയിടുന്നു. പറഞ്ഞ വാക്കുകൾക്ക് ഒരു അടിവര. ആ അടിവര ഇങ്ങനെയാണ്. ധർമ്മിഷ്ഠനെ കുറിച്ച് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ നബിയുന റസൂലുള്ളാഹി, പരിശുദ്ധ പ്രവാചകന്റെ വാക്കിതാണ്, ഖരീബും മിനൽ ജന്ന, അവൻ സ്വർഗത്തോടടുക്കുന്നവനാണ്, അവൻ ജനങ്ങളോടടുക്കുന്നവനാണ്, പോരാ അവൻ അല്ലാഹുവിനോടടുത്തവനാണ്. എന്നിട്ട് പറഞ്ഞത് ബഈദും മിനന്നാർ, അവൻ നരകത്തിൽ നിന്ന് വിദൂരമാകുമെന്ന്. 63 കൊല്ലത്തെ ജീവിതത്തിനിടയ്ക്ക് നാവുകൊണ്ട് കളവ് പറഞ്ഞിട്ടില്ലാത്ത ആദരവായ പരിശുദ്ധ പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി 63 കൊല്ലത്തെ ജീവിതത്തിന് കളവ് പറഞ്ഞിട്ടുള്ള റസൂൽ പറഞ്ഞത്. ഇനി ധർമ്മിഷ്ഠന്റെ ഓപ്പോസിറ്റ് പറഞ്ഞത് അൽ ബഹീൽ, അൽ ബഹീൽ പിശുക്കനെ കുറിച്ച്. ധർമ്മിഷ്ഠന്റെ ഓപ്പോസിറ്റ് പറഞ്ഞത് ബഹീലാണ്. ആ പിശുക്കനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ബഈദും മിനല്ലാഹ്, അല്ലാഹുവിനോട് അവൻ അകലുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഓല് പിന്നെ പറയും, എന്താ പറയാ, നൗഷാദ് ബാക്കവിക്ക് 1.5 ലക്ഷം റുപ്യ കെട്ടിവെച്ച് കൊണ്ടുവന്നെന്ന് ചിലപ്പോൾ പറയും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഞാൻ ഉസ്താദിന് എനിക്ക് ഒരു വേദന പങ്കുവെക്കുകയാണ്. കാരണം ഉസ്താദ് ഈ ദഅവത്തിന്റെ മേഖലയിൽ, ഞാൻ നേരത്തെ നിങ്ങളോട് ആമുഖമായിട്ട് പറഞ്ഞല്ലോ, വയല് നിർത്തി വയല് പൂട്ടിപ്പോയി വയല് കേൾക്കാൻ ഞാളെ കിട്ടൂല എന്ന് പറഞ്ഞ കാലഘട്ടത്തിലാണ് ചരിത്രത്തിന്റെ ഗതി മാറ്റി തിരുത്തിയത്, ചരിത്രം തിരുത്തിച്ചത്. ചരിത്രം വയല് കേൾക്കാൻ എങ്ങനെ ഉസ്താദ് ആളെ കിട്ടുക? ഇപ്പൊ ആൾക്കാരില്ല, യൂട്യൂബാണ്, ഫേസ്ബുക്കാണ്. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ യുവത അപ്ലോഡ് ചെയ്യുന്നത് ആദരണീയായ ഉസ്താദിന്റെ വാക്കുകൾ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, പ്രചണ്ഡ കുപ്രചരണങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മളെ നാട്ടിലും കൊണ്ടുവന്നത് എഗ്രിമെന്റ് ചെയ്തിട്ട് ഉസ്താദിനെ കൊണ്ടുവന്നെന്നാ പറഞ്ഞു. ഉസ്താദ് ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അങ്ങനെ പറയുന്ന ആളുകളുടെ വിനീതമായിട്ട് പറയാൻ ഒരു എഗ്രിമെന്റും നടത്തിയിട്ടില്ല, ഒരു എഗ്രിമെന്റും നടത്തിയിട്ടില്ല. ഞാൻ വിനീതമായി പറയാൻ, കച്ചേരിക്കുന്നിൽ പരിപാടി നടത്തി എന്റെ പ്രിയപ്പെട്ട സംഘാടകന് ശബ്ദം ശമിക്കുന്നുണ്ട്. കച്ചേരിക്കുന്നിലെ സമാധാന ഉസ്താദ്, ബഹുമാനപ്പെട്ട ഉസ്താദ് 2 ദിവസം ഒരു സംരംഭത്തിന് വന്നിട്ട് ഒരു ഉറുപ്പിക ഉസ്താദ് വാങ്ങിയിട്ടില്ല. അതാണ് നിങ്ങൾ ആകെയുള്ള പ്രശ്നം. ഉസ്താദ് ഇങ്ങനെ വന്നത് പിരിച്ചുകൊണ്ട് വന്നത്. ഞാൻ ഉസ്താദിനെ വിഷമിപ്പിക്കാൻ പറയില്ല, തെറ്റിദ്ധരിക്കരുത്. കാരണം ഇത് മുഴുവൻ ഈ നാടിനെ സ്നേഹിക്കുന്ന ആളുകളാ, അത് ഉറപ്പാണ്, അതിൽ സംശയമില്ല. ഉസ്താദിന് ഇങ്ങനെ മോശമാക്കിയാൽ എന്തെങ്കിലും കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പറയാൻ, അങ്ങനെ ഒരു എഗ്രിമെന്റിലല്ല എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് ഇവിടെ എത്തിയത്. ഉസ്താദ് തീർത്ത നവോത്ഥാനം സമകാലിക കേരളത്തിൽ ഒരു കുട്ടിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വളരെ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സംശയ കാര്യത്തിലില്ല. അതാ ഞാൻ പറഞ്ഞത്, പ്രബോധനം അവസാനിച്ചു, മൊയ്ലിയാമാരൊക്കെ അടക്കി വെച്ചോ, പുസ്തകം പൂട്ടിവെച്ചോ എന്ന് പറഞ്ഞിടത്താണ് ഇസ്ലാമിക ദഅവത്തിന്റെ ബാലപാഠങ്ങളെ പകർന്നെടുത്തിട്ട് അറിവിന്റെ മധുരാക്ഷരങ്ങൾ നെഞ്ചത്ത് കയറ്റിയിട്ട് ഒരു യുവതയെ നന്മയുടെ ബാന്ധാവിലേക്ക് വഴി നടത്തിയത്. അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ പറ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി എത്രയോ വേദികൾ ഈ ഉമ്മത്തിന് മാർഗദർശനത്തിന്റെ വെളിച്ചം നൽകാൻ വേദനിച്ചു പോയിട്ടുണ്ടാകും ഒരുപാട്. അതുകൊണ്ട് ഈ നാട്ടിലേക്ക് വന്നല്ലോ, ഉസ്താദിനോട് വളരെ വിനീതമായിട്ട് സൗകര്യപൂർവ്വം നമ്മുടെ കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടുണ്ടാകുമെങ്കിലും ഉസ്താദെ, ഈ മദ്രസ ദാരുണമായ അവസ്ഥയിലാണ്, അത് പണിയാനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഉസ്താദിൻ്റെ സൗകര്യത്തിനിടക്ക് നമുക്ക് വേണ്ടത് ഉസ്താദിൻ്റെ വാക്കുകളിൽ നടത്തിയെടുത്ത് ആ സഹകരണത്തിൻ്റെ ഭാഗമായി എല്ലാവരെയും പങ്കാളിയാക്കാൻ വിനീതനായ ഉസ്താദിൻ്റെ ഒരു ശ്രമമുണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ട നൗഷാദ് ബാക്കവി ഉസ്താദിനെ ഹൃദയധന്യതയോടെ ഔപചാരിക ചടങ്ങോടുകൂടി സ്വാഗതം ചെയ്യാൻ സിറാജ് ഫൈസി ഉള്ളതുകൊണ്ട്, അധ്യക്ഷൻ ഹസനർ ഫൈസി ഉള്ളതുകൊണ്ട് ഈ ആമുഖം ഇത്രയും സമയം പിടിച്ചു നിർത്താൻ വേണ്ടി സംസാരിച്ച എൻ്റെ വാക്കുകളിൽ വല്ല അപക്വതയോ പരാമർശങ്ങളോ ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ നാടിൻ്റെ, ഈ പ്രസ്ഥാനത്തിൻ്റെ, ഈ മദ്രസയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ട ഒരു വികാരമെന്ന് മാത്രം നിങ്ങൾ കരുതി സമാധാനിക്കണമെന്ന് വിനീതമായി ഈ മദ്രസയിൽ ഒരു കൊച്ചുകുട്ടിയായി പഠിച്ച എനിക്ക് വേണ്ടി നിങ്ങൾ പൊറുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ ചടങ്ങ് ആരംഭിക്കുന്നത് സൈനുൽ ഉലമായെ അനുസ്മരിച്ചുകൊണ്ടാണ്. സ്നേഹധന്യനായ ശിഹാബ് അരീക്കോട് എന്ന് പറയുന്ന നമ്മുടെ കൊച്ചു കലാകാരൻ സൈനുൽ ഉലമയെ കുറിച്ച് നമ്മൾ എഴുതിയ ഒരു വരി ഒന്ന് പാടി ആ സദസ്സിനെ അനുസ്മരിച്ചിട്ട് ബഹുമാനപ്പെട്ട സിറാജ് ഫൈസിയുടെ സ്വാഗത ഭാഷണത്തോടുകൂടി കേവലം ഉദ്ഘാടനമോ അതല്ലെങ്കിൽ മറ്റു ചടങ്ങുകളോ ഒന്നും നീട്ടില്ല, അതിലൊരു സംശയവുമില്ല. നേരെ ഉസ്താദ് വേദിയിലേക്ക് വരും. ആ ചടങ്ങ് ആരംഭിക്കുന്നതിന് വേണ്ടി ശിഹാബ് അരീക്കോട് ഒരു സൈനുൽ ഉലമായെ അനുസ്മരിച്ച് ഒരു പാട്ട്, അദ്ദേഹത്തെ സ്മരിക്കാതെ ഈ സദസ്സ് പൂർണ്ണമാവില്ല. അതുകൊണ്ട് ഈ ചാലിയ മഹലിലെ കാലിയായിരുന്ന സൈനുൽ ഉലമായെ ബഹുമാനപ്പെട്ട ഉസ്താദ് തന്നെ അനുസ്മരിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. ഈ മഹലിന്റെ ദീർഘകാലത്തെ കാലിയായിരുന്നു സൈനുൽ ഉലമ. സൈനുൽ ഉലമയെ ആ പദവിയിൽ ഏൽപ്പിച്ചത് ഷംസുൽ ഉലമയാണ്. ഇന്ന് സൈനുൽ ഉലമയ്ക്ക് ശേഷം ഈ മഹലിന്റെ കാലി കോഴിക്കോട് ജമലുൽ തങ്ങളാണ്. മഹാനവറുകൾക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ശബ്ദമൊന്നുമില്ല, വല്ലാതെ രോഗബാധിതനായിട്ടുണ്ട്, അള്ളാഹു രോഗം ശിഫയാക്കി കൊടുക്കട്ടെ. അദ്ദേഹം ഏകദേശം ഇപ്പോൾ നമ്മൾ എത്താന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമുക്ക് ചടങ്ങ് ആരംഭിക്കാം. ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.